Okay, sir. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട PSC ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, അതോടൊപ്പം തന്നെ കാമയുടെ നേതാക്കളെ, നമ്മള് GK ക്ലാസ്സുകളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 4 ക്ലാസ്, ഇത് 5ാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിനൈസൻസുമായി, കേരള റിനൈസൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇൻഷാല്ലാ ഇന്ന് നമ്മുടെ സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഏരിയ ആണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതും ഒരു ബേസിക്സ് ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സിലബസിൽ തന്നെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു പാർട്ട് ഉണ്ട്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അങ്ങനെ കുറച്ച് വിഷയങ്ങളുണ്ട്. അതൊന്നും ഞാൻ ഇന്ന് എടുക്കുന്നില്ല. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അറബിക് PSC മാത്രമല്ല, അല്ലാതെയുള്ള PSC എക്സാംസിലൊക്കെ വന്നിട്ടുള്ള ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പാട്ട് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങളാണ്. വിച്ച് അമംഗ് ദി ഫോളോയിങ് വേർഡ് വാസ് ആഡഡ് ടു ദി പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദി 42nd അമെന്റ്മെന്റ്? 42ാമത് അമെന്റ്മെന്റോട് കൂടി കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള, പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള വേർഡ് ഏതാണ്? ഓക്കെ, നമുക്ക് ഒരുപാട് സമയമില്ല, അതുകൊണ്ട് നമുക്ക് ആൻസർ നോക്കാം. സോഷ്യലിസ്റ്റ് എന്നുള്ള വേർഡാണ്. The 42nd Amendment changed the description of India from a sovereign democratic republic to a sovereign socialist secular democratic republic, and also changed the words unity of the nation to unity and integrity of the nation. അപ്പോൾ ഇതാണ് 42ാമത്തെ അമെന്റ്മെന്റ്, പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ എന്നൊരു വേർഡ് ചേർത്തു. അതോടൊപ്പം തന്നെ യൂണിറ്റി ഓഫ് നേഷൻ എന്ന ഭാഗം യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് നേഷൻ എന്നും ആഡ് ചെയ്തു. ഓക്കെ, ഹു അമംഗ് ദി ഫോളോയിങ് വാസ് നോട്ട് എ മെമ്പർ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യണം, ഫോം ചെയ്യണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടുള്ള ഒരു കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്തത്. അതിന്റെ ഹെഡ് നമുക്കറിയാം, ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. സോ ആ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാത്ത ആള് ആരാണ് എന്നാണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. ജവഹർലാൽ നെഹ്റു ഇതിലില്ല. Constitution 29th August 1947, the Constituent Assembly passed a resolution and formed a drafting committee. ഉണ്ടായിരുന്നു അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N. ഗോപാലസ്വാമി, BR മിത്തർ, DB ഖൈതാൻ. The Constituent Assembly had set up a drafting committee under the chairmanship of Dr. BR Ambedkar. ഇതിന്റെ ചെയർമാൻഷിപ്പ് ഡോക്ടർ BR അംബേദ്കറിനായിരുന്നു. The Constituent 2 വർഷം 11 മാസം 18 ദിവസം, ഏകദേശം 3 വർഷത്തോളം എടുത്തിട്ടാണ് 1951 കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ദിവസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എല്ലാവർക്കും ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? പ്രശ്നമില്ല സാർ, പ്രശ്നമില്ല.
ഇപ്പൊ ഓക്കെ ആണ് അല്ലെ? ഫൈൻ. സോ ആ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ദിവസത്തെ നമ്മൾ എന്താന്ന് പറയാം? ഓക്കെ, റിപ്പബ്ലിക് ഡേ. ഓക്കെ, 1951. Okay, who can remove the member of a state public service commission? ഓക്കെ, 47-3-50. സോറി, 51 അല്ല 50. 47-3 കണക്കൂട്ടി തെറ്റിയതാ. ഓക്കെ, who can remove the member of state public service commission? സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ മെമ്പറിനെ ആർക്കാണ് റിമൂവ് ചെയ്യാൻ കഴിയുക? ഓക്കെ, ഇതിന്റെ ആൻസർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് മാത്രമേ ഒരു സ്റ്റേറ്റിലെ PSC മെമ്പറെ റിമൂവ് ചെയ്യാൻ കഴിയുള്ളൂ. Okay, which one of the following does not constitute the electoral college for electing the president of India? പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന പ്രോസസ്സിൽ ഭാഗമാകാത്ത ഇലക്ട്രൽ കോളേജ് ഏതാണ്? സോറി, ആ ഇലക്ട്രൽ കോളേജിൽ ഭാഗമാകാത്ത വിഭാഗം ഏതാണ്? PSC മെമ്പർ എന്ന് പറഞ്ഞാൽ PSC എക്സാം ഒക്കെ നടത്തുന്ന ബോഡി ഉണ്ട്. ഓരോ സ്റ്റേറ്റിലും PSC ഉണ്ട്, പബ്ലിക് സർവീസ് കമ്മീഷൻ. അതിന് ചെയർമാൻ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും, വൈസ് ചെയർമാൻ മെമ്പേഴ്സ്. ഒരുപാട് വരുന്നുണ്ടാവില്ല, വളരെ കുറച്ച് പേരുണ്ട്. ഓക്കെ, ഇതിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇലക്ട് ചെയ്യുന്നതിൽ ഭാഗവാക്കാകാത്ത മെമ്പേഴ്സ് ഏതാണ്? ഓക്കെ, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ലെജിസ്ലേറ്റീവ് കൗൺസിലെ ഇലക്ടഡ് മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ കഴിയില്ല? ഇവർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല. ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഓക്കെ, ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ല, ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. Okay, which of the following statements regarding Indian Constitution is or are false? തെറ്റ് ഏതാണെന്ന് പറയാം കേട്ടോ. തെറ്റ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഫോം ചെയ്യുന്ന ഒരു കൗൺസിലാണ്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ കാര്യങ്ങൾ ഏതാണ്? The proposal that the constitution should be written in Hindi and English was adopted in the plenary session held in January 1947. This suggestion was made by Dr. Rajendra Prasad. The objective resolution was also adopted by this plenary session. Jawaharlal Nehru opposed the objective resolution. ഈ പറഞ്ഞതിൽ തെറ്റേതാണ്? ശരി അല്ല, തെറ്റ്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം. നോർമലി ശരി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻസ് വരാറ്. ചില സമയങ്ങളിൽ തെറ്റ് ഏതാണെന്ന് വരാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ടാണ് ആൻസർ ചെയ്യാൻ. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നാലാമത്തത് തെറ്റാണ്, ബാക്കിയെല്ലാം ശരിയാണ്. ജവഹർലാൽ നെഹ്റു ഇതിനെ ഒപ്പോസ് ചെയ്തിട്ടില്ല. ജവഹർലാൽ നെഹ്റു സപ്പോർട്ട് ചെയ്ത ആളാണ്. The objective resolution was moved on December 13, 1946 by Pandit Jawaharlal Nehru. ഈ റെസൊല്യൂഷൻ മുന്നോട്ട് വെച്ചത് തന്നെ ജവഹർലാൽ നെഹ്റു ആണ്. വിച്ച് പ്രൊവൈഡ് ദി ഫിലോസഫി ആൻഡ് ഗൈഡിംഗ് പ്രിൻസിപ്പിൾ ഫോർ ഫ്രെയിമിംഗ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ and later took the form of preamble of Constitution India. ഈ പറയുന്ന ദി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടന പ്രിയാമ്പിൾ ആയിട്ട് മാറിയത്. അതാണ് എങ്ങനെ ആകണം ഇന്ത്യയുടെ ഭരണഘടന എന്ന്, അതിന്റെ ഒരു ഫിലോസഫിയും അതിന്റെ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ എന്താണ് എന്ന് ഫ്രെയിം ചെയ്ത
ഒരു റെസൊല്യൂഷൻ ആണ് ദി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഭരണഘടന എഴുതിയത്. ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് എന്തായി മാറിയത്? പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അതേപോലെ അല്ല, അതിൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ദിസ് റെസൊല്യൂഷൻ വാസ് anonymously adopted by the Constituent Assembly on 22nd January 1947. It forms the basis of preamble of Indian Constitution. Indian Constitutionന്റെ ബേസ് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലാണ്. ഓക്കെ. Which of the following statements related to citizenship are correct? സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ കാര്യങ്ങൾ ഏതാണ്? OCI എന്ന് പറഞ്ഞാല് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. പാർട്ട് Indians do not require visa to visit Nepal. ഏതൊക്കെയാണ് ശരി? ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 4 ശരിയാണ്. എന്താണ് ആർട്ടിക്കിൾ 6 to 11 എന്താ നോക്കുന്നത്? ആർട്ടിക്കിൾ 6 to 11 കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കേട്ടോ. അതില് ഓക്കെ 5 to 11 ആണ് അല്ലേ? ഓക്കെ, 5 to 11 ആണ്. 6 to 11 അല്ല, 5 to 11. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഫൈൻ. Citizenship in India is governed by Articles 5 to 11, Part 2 of the Constitution. The Citizenship Act 1955 is a legislation dealing with citizenship. ഇതിന്റെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് 1955 ദി സിറ്റിസൺഷിപ്പ് ആക്ട് വഴിയാണ്. അതിന് നിരവധി അമെൻമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിലവിലുള്ള ഒരു നിയമത്തെ കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്യുന്നതിനാണ് അമെൻമെന്റ് എന്ന് പറയാം. ഭേദഗതി എന്ന് മലയാളത്തിൽ പറയും. നിരവധി ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. അതില് സിറ്റിസൺഷിപ്പ് ആക്ട് 1986 അമെൻമെന്റ് ഉണ്ടായി, 1992 ഉണ്ടായി, 2003 2005 ഉണ്ടായി. ഓക്കെ, നാഷണാലിറ്റി ഇൻ ഇന്ത്യ മോസ്റ്റ്ലി ഫ്ലോസ് ദി ജസ് സഗ്നിയസ് സിറ്റിസൺഷിപ്പ് ബൈ റൈറ്റ് ഓഫ് ബ്ലഡ് ആൻഡ് നോട്ട് ജസ്റ്റ് സോലി സിറ്റിസൺഷിപ്പ് ബൈ റൈറ്റ് ഓഫ് ബർത്ത്. ഇവിടെ ജനിച്ചു എന്നത് കൊണ്ട് ഇവിടുത്തെ പൗരനാവൂല. ഇവിടുത്തെ മാതാവിന്റെ പിതാവിന്റെയോ മകനോ മകളോ ആയിട്ട് ജനിച്ചാൽ മാത്രമേ ഇവിടുത്തെ സിറ്റിസൺ ആവുകയുള്ളൂ. ഇന്ത്യയിൽ ജനിച്ചു എന്നതുകൊണ്ട് ഇന്ത്യൻ പൗരൻ ആവുകയില്ല. അതാണ് ഇവിടുത്തെ ഒരു രീതി. PIO, OCI ഈ രണ്ട് ടേംസും ഒന്ന് നോട്ട് ചെയ്യുക. ഇത് രണ്ടുമാണ് പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അതാണ് OCI. ഓക്കെ, പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞാല് നമ്മളെ ഈ എന്താ പറയാ, അവർക്കാണ് പാസ്പോർട്ട്, പാൻ കാർഡ്, വോട്ടർ ID ഒക്കെ ഉണ്ടാവുക. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാല് അവർ ആരല്ല, ഇന്ത്യൻ ബ്ലഡ് അല്ല, അവർക്ക് വേറെ ടൈപ്പാണ് സിറ്റിസൺഷിപ്പ്. ഓക്കെ, ഇനി നോക്കാം. Preamble is really more than a declaration. It is the soul of our constitution and lays down the pattern of our political society, which it states is sovereign democratic republic. Who said this about the preamble of Constitution of India? ആരാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്? പ്രിയാമ്പിൾ ജസ്റ്റ് ഒരു ഡിക്ലറേഷൻ അല്ല, അത് ഭരണഘടനയുടെ ആത്മാവാണ്.
നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റി എങ്ങനെ ആയിരിക്കണം എന്നതിനുള്ള ഒരു പാറ്റേൺ അത് കൊണ്ടുവരുന്നുണ്ട്. അതെങ്ങനെയാണ്? സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് എന്നതാണ് ആ ഒരു പാറ്റേൺ. ഓക്കെ, അങ്ങനെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു അല്ല, ജസ്റ്റിസ് ഹിദായത്തുള്ള ആണ്. അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, വൈസ് പ്രസിഡന്റും പ്രസിഡന്റും ആയിരുന്നു ജസ്റ്റിസ് ഹിദായത്തുള്ള. ഓക്കെ, പ്രസിഡന്റ് മീൻസ് ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു കേട്ടോ. ഓക്കെ, ഫൈൻ. ഫൈൻഡ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ, ഫോൾസ് അല്ല, കറക്റ്റ്. Only citizens enjoy some of our fundamental rights. Only citizens enjoy some of our fundamental rights. Certain fundamental rights are available to any person. ഇന്ത്യൻ പൗരനാകാം, പൗരനല്ലാതിരിക്കാം, ആർക്കായാലും ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം ബാധകമാണ്. സർട്ടൻ, ചിലത് കേട്ടോ, എല്ലാ അല്ല, സം. എവറി പേഴ്സൺ ഷാൽ ഹാവ് ദി റൈറ്റ് ടു ഈക്വാലിറ്റി ബിഫോർ ദി ലാ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അത് ഇന്ത്യൻ പൗരനാകട്ടെ, വിദേശിയാകട്ടെ, ആരായാലും. Equality of opportunity in respect of public employment shall be enjoyed only by citizens of India. Equality of opportunity, അത് തൊഴിലാകാം, മറ്റേത് വിഷയത്തിലാകാം, അവിടെ അവർക്ക് ലഭിക്കുന്ന ഒരു തുല്യത, അത് ഇന്ത്യൻ പൗരന് മാത്രമേ അത് പൂർണ്ണമായിട്ടും ലഭിക്കുള്ളൂ. ഏതൊക്കെയാണ് കറക്റ്റ്? ഇതെല്ലാം കറക്റ്റ് ആണ്, പറഞ്ഞതെല്ലാം ശരിയാണ് കേട്ടോ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ബാധകമാകുന്നത് ആർക്കൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യൻ സിറ്റിസണിന് മാത്രം ചില റൈറ്റ്സ് ബാധകമാവുള്ളൂ, ചിലത് എല്ലാവർക്കും ബാധകമാകും. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. തുല്യ ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാല് എന്താ പറയാ, ഒരു അവസരങ്ങൾ, ഓക്കെ, അത് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാർക്ക് ചിലതും കിട്ടും, ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർക്ക് അതൊക്കെ കിട്ടണമെന്നില്ല. ഓക്കെ, ഇനി ഇതൊന്ന് മാറ്റി, ഇത് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ഏതൊക്കെ ഭരണഘടനയിൽ നിന്നാണ് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ കടമെടുത്തിട്ടുള്ളത്? ഓക്കെ, എന്ത് പറയാം, കോപ്പി അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, അതൊരു നല്ല ടൈം അല്ല. കടമെടുത്തു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കാം, അവരെടുത്തോട്ടെ. അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, റെസ്റ്ററി പവേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, സൗത്ത് ആഫ്രിക്ക, അയർലൻഡ്, റഷ്യ. ഇത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഇത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ഇതിന് ആൻസർ ഓപ്ഷൻ എ ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ്. റെസിഡറി പവേഴ്സ് എടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഓക്കെ, ഇതിനോട് സിമിലർ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഓർ ആർ കറക്റ്റ്? ശരി ഏതാണെന്ന്? ദി ഐഡിയ ഓഫ് പാർലമെന്ററി സിസ്റ്റം വാസ് ബോറോഡ് ഫ്രം ബ്രിട്ടൻ. പാർലമെന്ററി സിസ്റ്റം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. The idea of directive principles of state policy was borrowed from Australia. The idea of preamble was borrowed from USA. Okay, answer option C ആണ്. 1 3 ശരിയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം. മെയിൻ ആയിട്ടുള്ള സോഴ്സ് ഉണ്ട്, ഇതല്ലാതൊക്കെ ഉണ്ട്. അയർലൻഡ്, ഓക്കെ, മെയിൻ ആയിട്ടുള്ളതാണ്. ബ്രിട്ടീഷ്, US, ഐറിഷ്, കനേഡിയൻ. പാർലമെന്ററി ഗവൺമെന്റ്, റൂൾ ഓഫ് ലോ, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ക്യാബിനറ്റ് സിസ്റ്റം, പ്രൊഗേറ്റീവ് റൈറ്റ്സ്, പാർലമെന്ററി പ്രിവിലേജ്, ബൈക്കാമൻസ്, ഇതൊക്കെ ബ്രിട്ടീഷ്. US നിന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ US നിന്നാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ അയർലൻഡിൽ നിന്നാണ്.
ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ, സ്റ്റേറ്റ് പവേഴ്സ് ഇൻ ദി സെന്റർ, അപ്പോയിന്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണേഴ്സ്, ഇതൊക്കെ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം കാനഡയിൽ നിന്നാണ്. ഇത് കൂടുതൽ നമ്മൾ നോട്ടിൽ നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ്, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദി സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? സെക്കൻഡ് ഷെഡ്യൂൾ വരാത്തത് എന്താണ്? ദി പ്രൊവിഷൻസ് റിലേറ്റഡ് ടു പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, അത് കുറച്ച് മിസ്സിംഗ് ആണ്, കുഴപ്പമില്ല. ഫോംസ് ഓഫ് ഓത്ത്സ് അഫിമേഷൻസ് ഓഫ് യൂണിയൻ മിനിസ്റ്റേഴ്സ്. ഓത്ത് എന്ന പ്രതിജ്ഞയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഗവർണർ ഓഫ് സ്റ്റേറ്റ്. സെക്കൻഡ് ഷെഡ്യൂളിൽ വരാത്തത് ഏതാണെന്നാണ്. ഓക്കെ, 1 and 2 ആണ്. അപ്പൊ എന്താണ് ഷെഡ്യൂളുകൾ? ഓരോ ഷെഡ്യൂൾ എന്താണെന്ന് നോക്കാം. ഷെഡ്യൂൾസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിനലി ഹാഡ് 8 ഷെഡ്യൂൾ. ഇന്ത്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ഷെഡ്യൂളുകളാണ് ഉള്ളത്, ഉണ്ടായിരുന്നത് കേട്ടോ. ഫാസ്റ്റ് ആണ്. 4 more schedules were added by different amendments, now making a total of 12. ടോട്ടൽ എന്താണ്? 12 ഷെഡ്യൂൾസ് ഉണ്ട്. സൗണ്ട് ക്ലിയർ അല്ലേ? ബ്രേക്ക് ആവുന്ന ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നത് അതുകൊണ്ടായിരിക്കും. ഓക്കെ, the first schedule contains the list of states and union territories and their territories. ഫസ്റ്റ് ഷെഡ്യൂളില് സ്റ്റേറ്റ്, യൂണിയൻ ടെറിട്ടറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ നല്ലതായിരിക്കും, കാരണം പരിപാടികളൊക്കെ ഉണ്ട് കയ്യിലല്ലേ. സെക്കൻഡ് ഷെഡ്യൂള് പ്രസിഡന്റ്, ഗവർണേഴ്സ് റിലേറ്റഡ് ടു അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രൊവിഷൻസ് ആണ്. തേർഡ്, ഫോംസ് ഓഫ് ഓത്ത്സ് ആൻഡ് അഫർമേഷൻ. ഫോർത്ത് വൺ, allocation of seats in the Council of States. Fifth one, administration and control of scheduled areas and scheduled tribes. Sixth schedule, administration of tribal areas in the state of Assam, Meghalaya, Tripura, and Mizoram. Seventh schedule contains the union list, state list, and concurrent list. Eighth schedule contains the list of recognized language. Ninth schedule contains provisions as to validation of certain acts and regulations. 10th one, about the disqualification on ground of defection. 11th one, related to powers, authority, and responsibilities of panchayats. And 12th one, related to municipalities. ഇത്രയാണ് 12 ഷെഡ്യൂളുകൾ. ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഫൈൻ. Okay, the following qualifications are required for election to the post. സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? ഇടയ്ക്ക് ബ്രേക്കാകെ, നെറ്റ്വർക്ക് ചെറിയ പ്രശ്നമുണ്ട്. എവിടെയാണ്? ഓക്കെ, നോക്കാം. വൈസ് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട് അല്ലേ? നമ്മൾ പറയും. ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, എല്ലാവർക്കും ബാധകമാണ്. ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് 35 years of age. Do not hold any office of profit. Must be eligible to elected as രാജ്യസഭ മെമ്പർ. എന്താണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തമ്മിലുള്ള വ്യത്യാസം? എന്താണ്? അതെ അതെ, ലോക്സഭയാണ് അല്ലെ. എലിജിബിൾ ടു ബി ഇലക്ടഡ് ആസ്
ലോക്സഭ മെമ്പർ, അതാണ് പ്രസിഡന്റ്. ഓക്കെ, ബാക്കിയെല്ലാം കറക്റ്റ്. ഓക്കെ, നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി ക്വാളിഫിക്കേഷൻ ഫോർ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റ് ആവാനുള്ള ക്വാളിഫിക്കേഷൻസ് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ യോഗ്യത. Should be a citizen of India. He can hold any office of profit under the union government. He should have completed 35 years of age. Okay, 1 and 3 ആണ്. He can hold. ഇല്ല, അത് ആർക്കും പറ്റില്ല. പ്രസിഡന്റിനും കഴിയില്ല, വൈസ് പ്രസിഡന്റിനും കഴിയില്ല, ആർക്കും കഴിയില്ല. He cannot hold any office of profit. Okay, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. അത് ആർക്കും കഴിയില്ല കേട്ടോ. അപ്പം ഈ ഒരു മേഖലയിൽ വരുന്നവർക്കൊന്നും കഴിയില്ല. ഈവൻ പഞ്ചായത്ത് മെമ്പറിന് പോലും എന്തെങ്കിലും കഴിയില്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകാൻ പാടില്ല. പഞ്ചായത്ത് മെമ്പർ മുതൽ മേലോട്ട് ആർക്കും, പൊളിറ്റിക്സിൽ ഇടപെടുന്ന ഒരാൾക്കും ഒരു ഉദ്യോഗസ്ഥൻ ആകാൻ പാടില്ല. മീൻസ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഉള്ള ജോബ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പം പ്രധാനമന്ത്രി ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ജോലി രാജിവെക്കണം. ജോലി രാജിവെച്ചിട്ട് എന്ത് ചെയ്യണം? ഗവൺമെന്റ് ജോബ് ആണെങ്കിലേ ഉള്ളൂ പ്രശ്നം കേട്ടോ. പ്രൈവറ്റ് ജോബ് ഒരു പ്രശ്നമല്ല. ജീവിക്കണ്ടേ? മെമ്പർക്കൊക്കെ എത്ര 13,000 14,000 രൂപയും കണ്ടാണ് മാസം കിട്ടുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? ഞങ്ങളുടെ നാട്ടിലെ പല മെമ്പർമാരും ഇതുപോലുള്ള കച്ചവടം ഉള്ള പരിപാടികളൊക്കെ നടത്തിയിട്ടാണ് ജീവിക്കുന്നത്. അർദ്ധ സർക്കാർ ഒന്നും പറ്റില്ല. എയ്ഡഡോ അൺഎയ്ഡഡോ ഒന്നും പറ്റില്ല. എയ്ഡഡ് സ്കൂളിലും പറ്റില്ല. എയ്ഡഡ് സ്കൂളിൽ പറ്റില്ല കേട്ടോ. സർക്കാർ ശമ്പളം വാങ്ങുക എന്നുള്ളതാണ് ഇതിന്റെ നിബന്ധന. Okay, fine. According to Article 58 of the Constitution, the qualification necessary for election as President of India. I don't know. Okay, he or she should be a citizen of India. He or she should be completed the age of 35 years or above. ലീവ് എടുത്താൽ മതിയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അതറിയില്ല കേട്ടോ. Okay, he or she should be qualified to become a member of Lok Sabha. Okay, member of Lok Sabha ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു രാജ്യസഭ വൈസ് പ്രസിഡന്റും member of Lok Sabha. So she should not hold any office of profit under the union or any state government or any local and other authority. ഇവിടെ ലോക്കൽ ഓർ എനി അതോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഇങ്ങനെയൊക്കെയുള്ള അതോറിറ്റീസ് ആണ് കേട്ടോ. Okay, which of the following statements is or are correct regarding Jammu Kashmir? ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ്? In December 2023, the Supreme Court upheld the central government's decision to abrogate Article 370, which granted special status to Jammu and Kashmir. Jammu and Kashmir was divided into 2 units in 2019. Rajada Ranjini is a book detailing the history of Kashmir. Economic emergency was declared in Jammu and Kashmir in June 2019. ഇതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്? Okay, and answer option D ആണ് കേട്ടോ. 1, 2, 3. എക്കണോമിക് എമർജൻസി ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. രജത രഞ്ജിനി എന്ന് പറഞ്ഞാൽ കൽഹാൻ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ
കാശ്മീരിനെ കുറിച്ചൊരു ബുക്കാണ്, കറക്റ്റ് ആണ്. 2 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 2019 പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നുള്ളത് മാറ്റി ലെജിസ്ലേറ്റീവ് അസംബ്ലി ആക്കി. അത് ചോദ്യം ചെയ്തു. അത് വീണ്ടും സുപ്രീം കോടതി ആ ഒരു തീരുമാനത്തെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ജമ്മു കാശ്മീർ എന്നൊരു യൂണിയൻ ടെറിട്ടറിയും ലഡാക്ക് എന്ന പേരുള്ള മറ്റൊരു യൂണിയൻ ടെറിട്ടറിയുമായിട്ട് മാറി. ഓക്കെ, അതുവഴി ഒരുപാട് പ്രൊവിഷൻസ് മാറിയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ അതിനായിട്ടുണ്ട്, അതൊന്നും ചോദിക്കൂല. അപ്പൊ ഈ കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, രാജതരംഗിണി എന്നാണോ? രാജതരംഗിണി, തരംഗിണി അങ്ങനെയാണോ? ഓക്കെ, രാജതരംഗിണി അല്ലേ? ഓക്കെ, ഗുഡ് ഗുഡ്. ഇംഗ്ലീഷിൽ എന്തും വായിക്കാം, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതിന്റെ കുഴപ്പം. ഓക്കെ, സുപ്രീം കോടതി 2023 അത് ഞാൻ പറഞ്ഞ ഒരു സുപ്രീം കോടതി ആ ഒരു വിഷയത്തെ അബ്രഗേറ്റ് ചെയ്തു, മീൻസ് അത് നിലനിർത്തി. സുപ്രീം കോടതിയിൽ അത് ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി സമർപ്പിച്ചിരുന്നു, അത് നിലനിർത്തി. ഓക്കെ, ആ വിധി വന്ന 2023 കേട്ടോ. ഓക്കെ, വിച്ച് among the following statement is not true about ലോക്പാൽ? ലോക്പാലുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ്? നോട്ട് ട്രൂ മീൻസ് ഫോൾസ്. ലോക്പാലുമായി ബന്ധപ്പെട്ട് എന്താണ്? 370 എടുത്ത് കളഞ്ഞെന്നല്ല, അതിൽ ജമ്മു കാശ്മീർ നൽകിയിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് എടുത്ത് കളഞ്ഞു. ഓക്കെ, ഫൈൻ. നോക്കാം. ഓപ്ഷൻ സി ആണ് കേട്ടോ. സമരങ്ങളൊന്നും നടന്നിട്ടില്ല. അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഈ ഒരു നിയമ പോരാട്ടം നടന്നിട്ടുണ്ട്, പക്ഷെ അത് നടക്കൂല. ഓക്കെ, ലോക്പാൽ കൺസിസ്റ്റ് ഓഫ് എ ചെയർപേഴ്സൺ ഓഫ് 8. ഓക്കെ, അതിനെ കുറിച്ച് നമ്മൾ പറയാം. ഇതിന്റെ ആൻസർ ശരിയല്ല. ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ആർ അപ്പോയിന്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ എന്നാണ് നമ്മൾ പറയാം. ലോക്പാല്, ലോകായുക്ത, ഇത് രണ്ടൊന്നും ശ്രദ്ധിക്കുക. വളരെ വിപ്ലവാത്മകമായ രണ്ട് ബില്ലുകളായിരുന്നു ലോക്പാല്, ലോകായുക്ത. ലോക്പാൽ is in charge of investigating corruption allegations at the national level and Lokayuktha is in charge of the same job at the state level. നാഷണൽ ലെവൽ ആണെങ്കിൽ അതായത് ഈ കറപ്ഷൻ എന്ന് പറഞ്ഞാല് ഈ എന്താ പറയാ, അഴിമതി. അപ്പൊ അഴിമതിക്കെതിരെ പ്രത്യേകിച്ചും ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഗവൺമെന്റൽ ലെവലിലുള്ള ആളുകൾ അവർ ചെയ്യുന്ന അഴിമതികളെ അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബില്ലാണ്. ലോക്പാൽ നാഷണൽ ലെവലിലും ലോകായുക്ത സ്റ്റേറ്റ് ലെവലിലാണ്. ഇതെന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. ഇവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ സിഗ്നിഫിക്കൻസ് ഇല്ല. ഭരണഘടനാപരമായ അവകാശങ്ങളിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുള്ളതല്ല. സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറഞ്ഞാൽ അവരെ സഹായിക്കാൻ കഴിയുന്ന, ഭരണഘടന അനുസരിച്ച് കൊണ്ടുള്ള ഭരണത്തെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥിതികളൊക്കെ സഹായിക്കാൻ കഴിയുന്ന രീതിയിലാണ്. ദിസ് ഓർഗനൈസേഷൻ സെർവ് ഇൻ ദി കപ്പാസിറ്റി ഓഫ് ഓംബുഡ്സ്മാൻ. അത് ഒരു എന്താ പറയാ, സ്പെഷ്യൽ പദവി നൽകുക എന്നുള്ളതാണ് ഓംബുഡ്സ്മാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. They look into claims of corruption against governmental entities and organizations as well as other problems. പ്രധാനമായിട്ടും ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഓർഗനൈസേഷൻസ്, അതോടൊപ്പം തന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഏരിയകളാണ് നോക്കുക. ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് ഓഫ് 2013 record the creation of Lokpal at the federal level and Lokayukta at the state level. Lokpal is a multi-membered body consisting of one chairperson and a maximum of 8 members. ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, 8 മെമ്പേഴ്സ് ഉണ്ടാവും. ഹാഫ് ഓഫ് ദി മെമ്പേഴ്സ് ടു ബി ജുഡീഷ്യൽ മെമ്പേഴ്സ്. ജുഡീഷ്യൽ മീൻസ് അവര് ഈ പറയുന്ന റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജിമാർ അല്ലെങ്കിൽ ജസ്റ്റിസുമാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിരിക്കണം.
Okay, 50%. Sorry, half of the members, 8 4. And a minimum of 50% of the members should be from SC, ST, OBC, minorities and women. ഈ കാറ്റഗറിയിൽപ്പെട്ടവരായിരിക്കണം 50% ആളുകൾ. അവര് ഒരേ സമയം ഈ പറഞ്ഞ ജുഡീഷ്യൽ മെമ്പേഴ്സ് ആകാം, ഈ കാറ്റഗറിയിൽപ്പെട്ടവരാകാം. The chairman and members of the Lokpal can serve for a maximum of 5 years or until they reach the age of 70, whichever comes first. അപ്പം 70 വയസ്സ് ആവുന്നു അല്ലെങ്കിൽ 5 വർഷം, ഏതാണോ ഫസ്റ്റ് വരിക അതുവരെയാണ് അവരുടെ ഒരു കാലാവധി. President appoints the members and chairperson of Lokpal based on the recommendation of a selection committee. President ആണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുക. The Prime Minister is the chairperson of the selection committee. സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്നുള്ളത് പ്രൈം മിനിസ്റ്റർ ആണ്. പ്രൈം മിനിസ്റ്റർ ആണ് ഇവരെ സെലക്ട് ചെയ്തിട്ട് ആർക്ക് അയക്കുക? പ്രസിഡന്റിന് അയക്കുക. The selection of the chairperson and the members is carried out by a search panel of at least 8 persons constituted by the selection committee. The selection committee 8 പേരുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റി ആയിരിക്കും ഇത് തെരഞ്ഞെടുക്കുക. അത് അംഗീകരിക്കേണ്ടത് പ്രസിഡന്റ്. ലോകായുക്താസ് ആർ സ്റ്റേറ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ലോകായുക്ത സ്റ്റേറ്റ് ലെവൽ ആണ്. They deal with complaints related to corruption against public functionaries at state level. The Lokaयुക്tas are appointed by the governor of state. They have jurisdiction over public functionaries in the state. Okay, fine. Governor ആണ് ലോകായുക്ത അപ്പോയിന്റ് ചെയ്യുക. Okay, identify the correct list of designated languages of India. ഇതിന്റെ ഒരു കറക്റ്റ് ലിസ്റ്റ് ഏതാണ്? മീൻസ് ആദ്യം ഏതാണ്, പിന്നെ ഏതാണ്, അങ്ങനെ ഓർഡർ അനുസരിച്ച് ഡെസിഗ്നേറ്റഡ് ലാംഗ്വേജ് ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച ലാംഗ്വേജ് ഏതൊക്കെയാണ്? ഓക്കെ, ഓപ്ഷൻ എ ആണ് കേട്ടോ. സംസ്കൃതത്തെക്കാട്ടിലും മുന്നേ ഉള്ളതാണ് തമിഴ് എന്നാണ് അവകാശപ്പെടുന്നത്. ഏകദേശം 8000 വർഷത്തെ പാരമ്പര്യമാണ് തമിഴിനുള്ളത്. അതിന് താഴെ സംസ്കൃതം വരുള്ളൂ. തമിഴ് ഓൾറെഡി ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം, അന്ന് ഇന്ത്യ എന്നൊരു കൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സംസ്കൃത് വന്നതാണ്. ഇന്ത്യയിലേക്ക് വന്ന ആര്യന്മാർ കൊണ്ടുവന്ന ലാംഗ്വേജ് ആണ് സംസ്കൃത്. ഒറിയ ഒഡീഷയിലെ ലാംഗ്വേജ് ഒറിയ പറയാം. ഒറിയ എന്നല്ല, ഒഡിയ കേട്ടോ. ഒഡിയ. ഓക്കെ, മാറിപ്പോയതാ. ഫൈൻ. Okay, according to Article 343, the official language of India should be Hindi in the Devanagari script and English. ദേവനാഗിരി ലിപി. ഇന്ന് ഹിന്ദി എഴുതുന്നില്ലെങ്കിൽ സംസ്കൃതം എഴുതുന്ന ലിപിക്കാണ് ദേവനാഗിരി ലിപി എന്ന് പറയുന്നത്. ആ ലിപിയിലുള്ള ഹിന്ദിയോ ഇംഗ്ലീഷോ ആണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ. ഓക്കെ, ഹിന്ദിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്നെങ്ങും പറഞ്ഞിട്ടില്ല. ഹിന്ദിയും ഇംഗ്ലീഷുമാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഔദ്യോഗികം എന്ന് പറഞ്ഞാല് ഒരു ഗവൺമെന്റൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ നാഷണൽ ലാംഗ്വേജ് എന്നൊരു കൺസെപ്റ്റ് ഇല്ല. ഓക്കെ, നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം എന്നൊക്കെ പറയുന്ന പോലെ ഒരു നാഷണൽ ലാംഗ്വേജ് ഇല്ല. പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഹിന്ദി ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് ആണെന്നും അതിനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ബോധപൂർവ്വം. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് അത്. ഹിന്ദി മാത്രമല്ല, അതിൽ ഇംഗ്ലീഷും ഉണ്ട്. ആസ് പെർ ദി 8th ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വി ഹാവ് 22 ലാംഗ്വേജസ്. 22 ഭാഷകളാണ് ഉള്ളത്. എന്നാൽ in 2004, it was decided by the Indian government to proclaim Indian language meeting certain requirements as classical language. ചില ഭാഷകളെ ക്ലാസിക്കൽ ലാംഗ്വേജ്, രാഷ്ട്രഭാഷ ഹിന്ദി എന്ന തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹേ എന്ന് തെറ്റാണ്. ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ നഹി ഹേ. ഹിന്ദിയും ഇംഗ്ലീഷുമാണ് 2 രാഷ്ട്രഭാഷകളാണുള്ളത്. അങ്ങനെ പറയുകയാണെങ്കിൽ രാഷ്ട്രഭാഷ എന്നും പറയാൻ കഴിയില്ല, ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് കേട്ടോ. ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. ഓക്കെ, അങ്ങനെ 2004 ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സർട്ടൻ ഒരു പദവി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. A classical language is a language with an independent literary tradition and a large and ancient body of written literature. ഒരു സ്വതന്ത്രമായിരിക്കണം, മറ്റേതെങ്കിലും ലാംഗ്വേജിനെ താങ്ങി നിൽക്കുന്നതാവരുത്, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അതേപോലെ തന്നെ
വളരെ പുരാതനമായ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു റിട്ടേൺ ട്രഡീഷൻ ഉണ്ടാകണം. റിട്ടേൺ ട്രഡീഷൻ എന്നാൽ ലിഖിതമായി അന്നേ ഭാഷ ഉത്ഭവിച്ചതായിരിക്കണം. അങ്ങനെ 2004 തമിഴ്, 2005 സംസ്കൃത്, 2008 കന്നഡ, 2013 തെലുങ്ക്, 2008 കന്നഡ ആൻഡ് തെലുങ്ക്, 2013 മലയാളം, 2014 ഒഡിയ. ഇങ്ങനെയാണ് ടോട്ടൽ 1 2 3 4 5 6 6 ലാംഗ്വേജസ് ആണ് ക്ലാസിക്കൽ ലാംഗ്വേജസ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇതില് ഇതല്ലാതെ ചില പ്രൊപ്പോസൽസ് ഒക്കെ വന്നിട്ടുണ്ട്. മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അത് സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് നിലവിൽ അറിയില്ല. അങ്ങനെ ഒരു പ്രൊപ്പോസൽ ഒക്കെ തന്നിട്ടുണ്ട്, മുന്നോട്ട് പോയിട്ടുണ്ട്. 2024 തോന്നുന്നു. അത് നിലവിലെ അതൊരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അല്ല, ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ടാണ് ഇത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇതും കൂടി കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ് ആണ്. അത് സ്റ്റേറ്റ് ലെവലുണ്ട്, നാഷണൽ ലെവലും ഉണ്ട്. അത് ഒരു മിക്സഡ് ആയിട്ടാണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ വിച്ച് ഇയർ? വിച്ച് ഇയർ എന്നാണ് ചോദിച്ചിട്ടുള്ളെങ്കിലും വിച്ച് ഡേറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRC എന്ന് ഷോർട്ടായിട്ടും വരാം. അത് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്. 1993 ഒക്ടോബർ 12 എന്താണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? ഇത് അണ്ടർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് PHRA 1993 ഭാഗമായിട്ട് ഉണ്ടായതാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. എസ്റ്റാബ്ലിഷ് ഇൻ കൺഫോർമിറ്റി വിത്ത് ദി പാരീസ് പ്രിൻസിപ്പിൾ അഡോപ്റ്റഡ് ഫോർ പ്രൊമോട്ടിംഗ് ആൻഡ് പ്രൊട്ടക്ടിംഗ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാരീസ് പ്രിൻസിപ്പിൾസ് അതിന് റിലേറ്റഡ്, അതായത് പാരീസിൽ നടന്ന ഒരു ഉച്ചകോടി, ഒരു മനുഷ്യാവകാശ ഹ്യൂമൻ റൈറ്റ് കോൺഫറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ട് ഐക്യരാഷ്ട്രസഭ മീൻസ് എന്താണ് ഐക്യരാഷ്ട്രസഭ, യുണൈറ്റഡ് നേഷൻസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് ആണ്. അത് പാരീസിൽ വെച്ച് നടന്നതിലാണ് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് പാരീസ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓരോ രാജ്യങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അത് ഇന്ത്യ അംഗീകരിക്കുകയും അതനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള കമ്മീഷനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ദി കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് എ ചെയർപേഴ്സൺ, 5 ഫുൾ മെമ്പേഴ്സ് ആൻഡ് 7 ഡീംഡ് മെമ്പേഴ്സ്. ഇതിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടാകും, ചെയർപേഴ്സൺ ഓർ ചെയർമാൻ വാട്ട് എവർ ബി, ഒരു 5 ഫുൾ ടൈം മെമ്പേഴ്സും 7 ഡീംഡ് മെമ്പേഴ്സ്. ഡീംഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാല് അവർ മെമ്പേഴ്സ് അല്ല, അവരെപ്പോ വേണമെങ്കിലും മെമ്പേഴ്സ് ആകാം. അവർക്ക് മെമ്പർഷിപ്പ് മീൻസ് മെമ്പറായി തന്നെ അവർക്ക് വരാം കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഒരു അതാണ് അതിന്റെ ഒരു രൂപം. ജസ്റ്റിസ് രംഗനാഥ മിശ്ര വാസ് ദി ഫസ്റ്റ് ചെയർമാൻ ഓഫ് NHRC. ഇപ്പോഴത്തെ ചെയർമാൻ രാമസുബ്രഹ്മണ്യൻ. ഓക്കെ, ഇനി എന്താണ് NHRCയുടെ ഒരു കോമ്പോസിഷൻ ആണ്. അതിന്റെ ചെയർമാൻ മസ്റ്റ് ബി എ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, CJI എന്ന് പറയും. എത്ര ചീഫ് ജസ്റ്റിസുമാരുണ്ടാവും ഒരേ സമയം? ഒരേ സമയം എത്ര ചീഫ് ജസ്റ്റിസുമാരുണ്ടാവും? ഓക്കെ, ചീഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരാളാണ് കേട്ടോ. നിങ്ങളൊക്കെ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയതാ. ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് ആരോ ഒരാൾ രണ്ടെന്ന് പറഞ്ഞു പോട്ടെ. അപ്പൊ അങ്ങനെ റിട്ടയർഡ് ആയ ഒരാളായിരിക്കും ഇതിന്റെ തലപ്പത്തേക്ക് വരിക. 1 member who is or has been a judge of Supreme Court of India. സുപ്രീം കോടതി ജഡ്ജിമാരായിട്ടുള്ള ആരെങ്കിലും ഒരാളായിരിക്കും അതിന്റെ മെമ്പർ. ഓർ 1 who is or has been a chief justice of a high court. ഒരു ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയ ഒരാൾ, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ് ആയിട്ടുള്ള ആൾ. സുപ്രീം കോടതിയിൽ നിരവധി ജഡ്ജിമാരുണ്ടാവും. ജഡ്ജിമാരുടെ കൂട്ടത്തിന് എന്താ പറയാ?
ഗ്രൂപ്പ് ഓഫ് ജഡ്ജ് ജഡ്ജിമാരുടെ ഒരു ബെഞ്ച് ബെഞ്ച് ബെഞ്ച്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ബെഞ്ച് ഉണ്ടാവും. കൊളീജിയം വേറെ കേട്ടോ. കൊളീജിയം എന്ന് പറഞ്ഞാൽ ഈ ജഡ്ജിമാരെ എടുക്കാൻ വേണ്ടിയിട്ട് കുറെ പേരുടെ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ ജഡ്ജിമാരെ ഇങ്ങോട്ട് എടുക്കുക. ആ സാധനത്തിനാണ് കൊളീജിയം. കൊളീജിയത്തിൽ നിന്നാണ് ഇവരെ എടുക്കുക. എന്നാ അഡ്വക്കേറ്റ്സിന്റെ ഗ്രൂപ്പിന് എന്ത് പറയും? നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഗ്രൂപ്പ് ഓഫ് അഡ്വക്കേറ്റ്സ്. ആ ബാർ കൗൺസിൽ ഒന്നുമില്ല, ബാർ ബാർ. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ ഇതിൽ ആരാണ് മെയിൻ ആയിട്ട്? ചീഫ് ജസ്റ്റിസ് ഓഫ് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആണ് ഇതിന്റെ ചെയർമാൻ. ഒരു സുപ്രീം കോർട്ടിലെ മറ്റ് ജഡ്ജിമാർ അതിലുണ്ടാകണം, അല്ലെങ്കിൽ ഒരു ഹൈക്കോടതിയിലെ ജഡ്ജി ചീഫ് ജസ്റ്റിസ് ഉണ്ടാകണം. 3 member candidates with the knowledge or practical experience in the matters of human rights. At least one to be one member. 3 പേര് ഈ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, മനുഷ്യാവകാശമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബോധവും വിവരമുള്ള 3 പേരുണ്ടാകണം. അതിലൊരാൾ സ്ത്രീ ആയിരിക്കണം. ഡീംഡ് മെമ്പേഴ്സ്, അത് എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ആണ്. ഡീംഡ് മെമ്പേഴ്സ് ആർ ചെയർപേഴ്സൺസ് ഓഫ് ദി ബിലോ നാഷണൽ മിഷൻസ്. താഴെ പറയുന്ന നാഷണൽ മിഷൻസിലെ മെമ്പേഴ്സ് ആണ് ഈ പറയുന്ന ഡീംഡ് മെമ്പേഴ്സ്. ആരൊക്കെയാണ്? നാഷണൽ കമ്മീഷൻ ഓഫ് മൈനോറിറ്റി, ഇതിന്റെ ചെയർമാൻ. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സ്, വിമൻ, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ബാക്ക്വേർഡ് ക്ലാസസ്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. ഇതിന്റെയൊക്കെ നാഷണൽ കമ്മീഷൻ, ഇതിന്റെയൊക്കെ ചെയർമാൻ ഓർ ചെയർപേഴ്സൺ ഓർ ചീഫ് കമ്മീഷണർ, ഇവരൊക്കെ ഇതിലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആണ്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് നീതി ആയോഗ്? നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് എന്താണ്? നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത്. ഓക്കെ, നിങ്ങൾ വിഷമിക്കണ്ട. രണ്ടാമത്തെ ഓപ്ഷൻ ബി, ടു ഡെവലപ്പ് മെക്കാനിസംസ് ടു ഫോർമുലേറ്റ് ക്രെഡിബിൾ പ്ലാൻസ് സെൻട്രൽ ലെവൽ. അത് നീതി ആയോഗിന്റെ ലക്ഷ്യമല്ല. അപ്പൊ എന്താണ് നീതി ആയോഗ്? നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ പണ്ട് പ്ലാനിംഗ് കമ്മീഷൻ എന്നായിരുന്നു അതിനെ പറഞ്ഞിരുന്നത്. 2015 മുതൽ അത് നിതി ആയോഗ് എന്ന് മാറി. നിധി സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അതാണ് നിധി, NITI. Okay, the Ayog's creation has 2 hubs called Team India Hub. It leads to the participation of Indian states with the central government. ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് സെൻട്രൽ ഗവൺമെന്റുമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അത് ലക്ഷ്യമാക്കുന്ന ടീം ഇന്ത്യ ഹബ് ഉണ്ട്. ദി നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്. ഇറ്റ് വിൽ സി ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിങ്ക് ടാങ്ക് കാപ്പബിലിറ്റീസ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഉദ്ദേശിക്കുന്നത് ഇത് സെൻട്രൽ ഇതാകാം, സ്റ്റേറ്റ് ആകാം. ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു തിങ്ക് ടാങ്ക് ബുദ്ധിജീവികളുടെ കാപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ ഹാവ് ദി ഡ്യൂട്ടി ഓഫ് പ്ലാനിംഗ് 5-year plans. പ്ലാനിംഗ് കമ്മീഷന് 5-year plans ചെയ്യാന്നുള്ളതാണ് ജോലി. 12 5-year plans ഉണ്ടായിട്ടുണ്ട്. അവസാനത്തേത് 2012-17 ഉണ്ടായത്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക അതിന്റെ ബാക്കി കാര്യങ്ങള്. നിതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ആളുകളുടെ, ഞാൻ ഈ പറയുന്ന ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട അതിന്റെ ലീഡർഷിപ്പിലുള്ളവരുടെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ. ഓക്കെ, KSDMA, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. പലപ്പോഴായിട്ട് നമ്മൾ കേട്ടുള്ളതാണ്, ഒരു പക്ഷെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പല വിഷയങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ളത്. Okay, KSDMA is a statutory and autonomous body. Chief Minister of Kerala is chairman of KSDMA. ഇത് ഏതൊക്കെയാണ് ശരി എന്നാണ് കേട്ടോ. ചീഫ് സെക്രട്ടറി is the chief executive officer. KSDMA ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ്?
ഓക്കെ, ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ഓട്ടോണമസ് ബോഡി. അതിനെ കുറിച്ച് നമ്മൾ പറയാം. നോക്കാം എന്താണ് KSDMA. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റീസ് ആർ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദി ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇതൊരു ഓട്ടോണോമസ് ബോഡി അല്ല കേട്ടോ. KSDMA ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി നോൺ ഓട്ടോണോമസ് ബോഡി. ഓട്ടോണോമസ് എന്ന് പറഞ്ഞാൽ സ്വയം ഭരണാവകാശം ഉള്ളതെന്നാണ്. ഒരിക്കലും സ്വയം ഭരണാവകാശമില്ല. അതിന് കൃത്യമായ ഭരണഘടനയോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ചെയർമാൻ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ആയിരിക്കും. ആദ്യമായിട്ട് ഈ KSDMA കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് മെയ് 2007 ആണ്. ടോട്ടൽ 10 മെമ്പേഴ്സ് ഉണ്ടാവും. ചീഫ് സെക്രട്ടറി ആണ് ഇതിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ. KSDMA has 3 technically competent non-ex-officio members nominated by the chairman of the authority. Chairman means minister, chief minister നോമിനേറ്റ് ചെയ്യുന്ന ഒരു 3 ടെക്നിക്കൽ ആയിട്ട് കഴിവുള്ള ആളുകൾ ഉണ്ടാവും. അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈസ് ദി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് KSDMA. ദി അതർ എക്സ്-ഒഫീഷ്യോ മെമ്പേഴ്സ് ആർ ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് ഹോം ആൻഡ് വിജിലൻസ്. ആരാണ് ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് ഹോം ആൻഡ് വിജിലൻസ് ഓഫ് കേരള? ആരാണ്? ഓക്കെ, ചീഫ് മിനിസ്റ്റർ തന്നെയാണ് കേട്ടോ. ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആരാണ്? അഗ്രികൾച്ചർ, കൃഷിമന്ത്രി. ഓക്കെ, അത് നിങ്ങളൊന്ന് നോക്കി പോട്ടോ. മന്ത്രിമാർ P പ്രസാദ് ആണ്. മന്ത്രിമാരെയൊക്കെ എന്ത് ചെയ്യാ, കറക്റ്റ് ഒന്ന് നോക്കി പോവാ. VS സുനിൽകുമാർ പണ്ടായിരുന്നു. ഭരണം മാറിയില്ലെങ്കിലും മന്ത്രി മാറി. ഓക്കെ ഫൈൻ. ഹെഡ് ഓഫ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ഈസ് ദി മെമ്പർ സെക്രട്ടറി ഓഫ് ദി അതോറിറ്റി. ഓക്കെ, ഇങ്ങനെ ഇത്രയും ആളുകളാണ് ഇതിന്റെ ഒരു, ഇവരൊക്കെ ചേർന്നിട്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ടാവുന്നത്, മാനേജ്മെന്റ് ടീം ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം. നെക്സ്റ്റ് വൺ, RTI ആക്ട്, ഹൗ മച്ച് ടൈം ഇസ് പ്രൊവൈഡഡ് ഫോർ ഡിസ്പേഴ്സൽ ഓഫ് ഇൻഫർമേഷൻ സോർട്ട് ഫോർ കൺസേൺസ് ഓഫ് ലൈഫ് ആൻഡ് ഓർ ലിബർട്ടി ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ലൈഫ് ലിബർട്ടി, അയാളുടെ ജീവിതം, അയാളുടെ സ്വാതന്ത്ര്യം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ അത് എത്ര സമയം കൊണ്ടാണ് നൽകേണ്ടത്? വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണല്ലോ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചോദ്യത്തിന് വ്യത്യസ്തമായ അഭിപ്രായം. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്, 48 മണിക്കൂർ. ഓക്കെ, നോക്കാം. എന്താണ് RTI ആക്ട് ഓഫ് 2005? ആ ഒരു ഡേറ്റ് എത്രയായിരുന്നു? 2005 ജൂൺ 3rd, ജൂലൈ 15 അല്ല, ജൂൺ 15. യെസ്, ജൂൺ 15. ഓക്കെ, ആ ഡേറ്റ് നോക്കി കേട്ടോ. RTI ആക്ട് 2005 ജൂൺ 15. കറക്റ്റ് ജൂൺ 15, ജൂൺ 14, ജൂൺ 13 എന്നൊക്കെ കഴിഞ്ഞ തവണ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതായിട്ടാണ് എന്റെ ഓർമ്മ. അത് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. സോറി, ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ, RTI ആക്ട് 2005 അത് ഒരു സിഗ്നിഫിക്കന്റ് ആക്ട് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വാസ് എനാക്ടഡ് ബൈ ദി ഇന്ത്യൻ പാർലമെന്റ് ടു പ്രൊവൈഡ് സിറ്റിസൺസ് വിത്ത് ആക്സസ് ടു റെക്കോർഡ്സ് ഹെൽഡ് ബൈ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. അപ്പോൾ സർക്കാർ കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ സുതാര്യമാക്കുന്ന ഒരു ആക്ടാണ് RTI ആക്ട് ഓഫ് 2005. അത് ജൂൺ 2005 ജൂൺ 15 അത് പാസ്സായതെങ്കിലും അത് കെയിം ഇൻ ടു ഫോഴ്സ് ബൈ ഒക്ടോബർ 2005. ഓക്കെ, ഇത് ആർട്ടിക്കിൾ 19(1)A യുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് വരുന്നത്. ആർട്ടിക്കിൾ 19(1)A. അപ്പൊ ഏത് ആർട്ടിക്കിൾ ആണ് RTI ആക്ട് 2005 ഒരു മെക്കാനിസം നൽകുന്നത് എന്ന് ചോദിച്ചാല് ആർട്ടിക്കിൾ 19(1)A ആണ്. ദി ആക്ട് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് എ 3-tier structure for enforcing the right to information guaranteed under the act. The 3 levels are public information officer, first appellate authority and central information commission CIC. ഇത് 3 എണ്ണമാണ്. ആദ്യം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾ, ഏറ്റവും ചെറിയ സ്ഥാപനങ്ങളിൽ വരെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഡ്യൂട്ടി ഉള്ള ഒരാളുണ്ടാകും. അയാളിൽ നിന്ന് പിന്നെ
എന്താണ് ആർട്ടിക്കിൾസ് എങ്ങനെ പഠിക്കുകയെന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ എന്താ പറയാ അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഒരുപാടുണ്ട് എങ്ങനെ പഠിക്കാന്ന്. പ്രധാനപ്പെട്ട കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ നോക്കി വെക്കുക. മീൻസ് കോൺട്രവേഴ്സി ഉള്ളത്, കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയില് ന്യൂസ് വാല്യൂ ഉള്ളത്, അങ്ങനെയൊക്കെ മെയിൻ ആയിട്ടുള്ള നോക്കി വെക്കാനേ കഴിയുള്ളൂ. ഓക്കെ ഫൈൻ. സോ സെക്കൻഡ് ടയർ ഉണ്ട്, ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റി ആണ്, തേർഡ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആണ്. ഈ നോർമൽ കോഴ്സ് ഇൻഫർമേഷൻ ടു ആൻ ആപ്ലിക്കൻ ഷാൽ ബി സപ്ലൈഡ് വിത്തിൻ 30 days. റെസിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ കൊടുക്കാന്നാണ്. എന്നാൽ ഒരാളുടെ ജീവൻ, അയാളുടെ സ്വാതന്ത്ര്യം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിന് 48 മണിക്കൂറിനുള്ളിൽ ആൻസർ കൊടുക്കണം. Okay, as per the Right of to Information Act 2005, which of the following come under exemption from disclosure of information? ആര് ചോദിച്ചാലും കൊടുക്കാൻ പാടില്ലാത്ത ചില ഇൻഫർമേഷൻ ഏതൊക്കെയാണ്? താഴെ പറയുന്നത് information which has been expressly forbidden to be published by any court of law, cabinet papers including the records of deliberations of the council of ministers, information from the office of state public information office. മൂന്നാമത്തെ നല്ലൊരു വിറ്റാണ്. അതായത് ഇന്ന ആൾ വിവരാവകാശം ചോദിച്ചപ്പോൾ എന്താണ് അയാൾക്ക് മറുപടി കൊടുത്തത് എന്ന് വിവരാവകാശം വെച്ച് ചോദിക്കുക. ഓക്കെ, ആൻസർ 1, 2 ആണ്. 3 എന്ത് ചെയ്യാം? കൊടുക്കാം. അതായത് എന്റെ പേര് ആഷിഖ് എന്നാണ്. അപ്പൊ ഞാൻ PSC ഓഫീസിൽ ഒരു ഇൻഫർമേഷൻ ചോദിച്ചു, ഒരു മറുപടി തന്നു. അപ്പൊ തൊട്ടടുത്ത ഒരാള്, എക്സാമ്പിൾ മുഹമ്മദ്, അയാള് അയക്കാണ്, ആഷിഖ് എന്താണ് വിവരാവകാശം ചോദിച്ചത്, നിങ്ങൾ മറുപടി കൊടുത്തത്, അത് എന്ത് ചെയ്യണം? ഇയാൾക്ക് അറിയാൻ കഴിയുമെന്നുള്ളതാണ്. നല്ലതാണ്. അത് എനിക്ക് അറിയാൻ കഴിയുന്ന കാര്യം അവനും അറിയണമല്ലോ, അത് അവന്റെ അവകാശമാണ്. ശരി, എക്സംഷൻ ഫ്രം ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ. സെക്ഷൻ 8 and 9 ഓഫ് ദി ആക്ട് enumerate the categories of information which are exempted. അത് കൊടുക്കാൻ പാടില്ലാത്തതാണ് കേട്ടോ. അത് മെയിൻ ആയിട്ടും ഇന്ത്യയുടെ ഒരു, കൊടുത്തവനോട് ചോദിക്കാൻ പാടില്ല, കൊടുത്തവൻ അറിയരുത്. ഏത്? അവന് പാര വയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അവനറിയാൻ പാടില്ല. അവറിഞ്ഞ പോയി. ഓക്കെ, ഇന്ത്യയുടെ ഒരു സോവറിനിറ്റി, ഇന്റഗ്രിറ്റി, ഇതൊക്കെ ഒന്നും നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻ കൊടുക്കൂല. അല്ലെങ്കിൽ എനി കോർട്ട് ഓഫ് ലോ, ഏതെങ്കിലും കോടതി രഹസ്യമാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ബ്രീച്ച് ഓഫ് ദി പ്രിവിലേജ് ഓഫ് പാർലമെന്റ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, ഒരു കേന്ദ്ര തലത്തിലോ സംസ്ഥാന തലത്തിലോ ഉള്ള പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിനെ അതിനെ ബാധിക്കുന്ന വിഷയങ്ങൾ കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ പ്രധാനമന്ത്രിയുടെ ഡിഗ്രി ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെന്ന് ചോദിക്കാൻ പാടില്ല. അത് പിന്നീട് എന്ത് ചെയ്യും? പ്രധാനമന്ത്രി തന്നെ സ്ഥാനത്ത് നിന്ന് മാറുന്ന തരത്തിലേക്ക് വലിയ പ്രശ്നങ്ങളാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല, അതൊന്ന് റിവീൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇൻഫർമേഷൻ ഇൻക്ലൂഡിങ് കൊമേഴ്ഷ്യൽ കോൺഫിഡൻസ്, ട്രേഡ് സീക്രട്സ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഒക്കെ എങ്ങനെയാണ്? അത് കൊടുക്കാൻ പാടില്ല. ഞാനൊരു കണ്ടുപിടുത്തം നടത്തി, അതിന്റെ തിയറി എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോർമുല എന്താണ്, അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ഞാൻ മീൻസ് ഗവൺമെന്റിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ആകാം. ഓക്കെ, അല്ലെങ്കിൽ unless the competent authority is satisfied that larger public interest warrants the disclosure of such, അല്ലെങ്കിൽ ഒരു വലിയൊരു കൂട്ടം ആളുകൾ, വലിയൊരു പബ്ലിക്കിന് ഇതൊക്കെ ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തില് മാത്രമേ അതിനെക്കുറിച്ച് പരിഗണിക്കാൻ പാടുള്ളൂ. ഇൻഫർമേഷൻ അവൈലബിൾ ടു പേഴ്സൺ ഇൻ ഹിസ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ആൻഡ് ഓക്കെ സോൺ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് മീൻസ് ഒരാളെ ഒരു ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അയാൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ഇൻഫർമേഷൻ റിസീവ്ഡ് ഇൻ കോൺഫിഡൻസ് ഫ്രം ഫോറിൻ ഗവൺമെന്റിൽ നിന്ന് തന്നിട്ടുള്ള ഇൻഫർമേഷൻ, അതോടൊപ്പം തന്നെ എൻഡാഞ്ചർ ദി ലൈഫ് ഓർ ഫിസിക്കലി സേഫ്റ്റി ഓഫ് എനി പേഴ്സൺ, ഒരാളുടെ ഒരു
പേഴ്സണൽ സേഫ്റ്റിക്ക് തടസ്സമാകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ പ്രോസിക്യൂഷൻ ഓഫ് ഒഫൻഡേഴ്സ്, കുറ്റം, വിചാരണ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അവരുടെ റെക്കോർഡ്സ് അതൊന്നും കൊടുക്കാൻ പാടില്ല. മിനിസ്റ്റേഴ്സ് ആരാന്നല്ല, അവർ ചെയ്യുന്ന കാര്യങ്ങൾ. ഡെലിബ്രേഷൻസ്, റെക്കോർഡ്സ് ഓഫ് ഡെലിബ്രേഷൻസ് കൊടുക്കാൻ പാടില്ല. സെക്രട്ടറീസ് ആൻഡ് അതർ ഓഫീസേഴ്സ്. പേഴ്സണൽ ഇൻഫർമേഷൻ, the disclosure of which has no relation to any public activity or, അതൊരു തീർത്തും പേഴ്സണലായി മാത്രം ബാധിക്കുന്ന വിഷയങ്ങൾ കൊടുക്കാൻ പാടില്ല. അതൊരു പബ്ലിക് ആയിട്ടുള്ള മറ്റുള്ളവർക്ക് ഒരു പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ളതൊക്കെ ആണെങ്കിൽ കൊടുക്കേണ്ടതുള്ളൂ എന്നാണ്. ഓക്കെ ഫൈൻ, നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റെസ്ക്യൂ മിഷൻ പ്രോജക്ട് envisaged by Kerala State Council for Child Welfare since 2017 to extend assistance to children in trouble and rehabilitate them properly. പ്രശ്നത്തിലുള്ള കുട്ടികൾ അവരുടെ വിഷയങ്ങളിൽ സഹായിക്കാനും അവരെ പുനരധിവസിപ്പിക്കാനുമുള്ള കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയറിന്റെ ഒരു പ്രൊജക്ട് ഏതാണ്? ഓക്കെ, അതിന്റെ ആൻസർ തണലാണ്. അമ്മത്തൊട്ടിലതല്ല, പറയാം. തണൽ അത് അബാൻഡൻ ആയിട്ടുള്ള കുട്ടികളെ അവരെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടാണ്. അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കും. അതൊരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, 1517 ആണ്. തണൽ ഡിസ്ട്രിക്ട് സെന്റേഴ്സ് വഴിയാണ്. തണൽ വോളണ്ടിയേഴ്സ് 24 മണിക്കൂറിനുള്ളിൽ അതിന് വേണ്ട നടപടികൾ എടുക്കും. ഇതാണ് തണൽ. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ, അതിന്റെയാണ് തണൽ. അമ്മത്തൊട്ടിൽ ഇസ് ആൻ ഇലക്ട്രോണിക് ക്രാഡിൽ ഫംഗ്ഷനിങ് അണ്ടർ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ. ഇതേ ടീം കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയറിന്റെ ഒരു ഇലക്ട്രോണിക് തൊട്ടിലാണ് അമ്മത്തൊട്ടിൽ. It is instituted as a means of providing better life conditions for the destitute, abandoned and relinquished children. ഉപേക്ഷിക്കപ്പെട്ട അങ്ങനെയൊക്കെയുള്ള ചെറിയ നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ട്, സ്ക്രീൻ പോകുന്നതാണ് കേട്ടോ. അമ്മത്തൊട്ടിൽ ഫെസിലിറ്റീസ് അവൈലബിൾ ഇൻ ഓൾ ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള എക്സെപ്റ്റ് കോഴിക്കോട്. കോഴിക്കോട് വെച്ച് ബാക്കി എല്ലാ ജില്ലകളിലും അമ്മത്തൊട്ടിലുണ്ട്. The first അമ്മത്തൊട്ടിൽ was installed in council's premises on the Children's Day of 2022. അതായത് തിരുവനന്തപുരത്താണ് കൗൺസിൽ ഉള്ളത്. അതിന്റെ മുറ്റത്ത് സ്ഥാപിച്ചു. ചിൽഡ്രൻ obtained through അമ്മത്തൊട്ടിൽ are being taken care at an advanced child care center. തൈക്കാടുള്ള അഡ്വാൻസ് ചൈൽഡ് കെയർ സെന്ററിലാണ് ഈ അമ്മത്തൊട്ടിലിൽ വരുന്ന കുട്ടികളെ ഏറ്റെടുക്കുക. 24/7 കെയർ ഈസ് ഫെസിലിറ്റേറ്റഡ് ടു ചിൽഡ്രൻ വിത്ത് ദി സർവീസ് ഓഫ് 2 doctors, 8 nurses and 76 caretakers. 2 ഡോക്ടർമാര്, 8 നഴ്സുമാര്, 76 ആയമാര്. ഇത്രയും പേരാണ് മക്കളെ നോക്കാനുള്ളത്. അപ്പോ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ കണ്ട പോലെ പ്രസവിച്ച് അവിഹിതമായിരുന്നു. കുട്ടിയെ ഫ്ലാറ്റിന്റെ 3ാമത്തെ 4ാമത്തെ നിലയിന്ന് റോഡിനപ്പുറത്തുള്ള കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു, ബക്കറ്റ് മുക്കി കൊന്നിട്ട്, പിന്നെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഇതൊന്നും ചെയ്യാതെ എന്ത് ചെയ്താൽ മതി? അമ്മത്തൊട്ടിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. 2 ഡോക്ടർമാര്, 8 നേഴ്സുമാരും 76 ആയമാരും അവരെ നോക്കാനുണ്ട്. ഓക്കെ, അടുത്ത സാന്ത്വനം. എന്താണ് സാന്ത്വനം? സ്കീം ഈസ് ജോയിന്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ 2006 ബൈ കുടുംബശ്രീ and Health Action by People, HAP, a renowned organization working in the field of health. HAP ഒരു ഗവൺമെന്റ് ഒരു ബോഡി അല്ല, ഒരു NGO ആണ്. കുടുംബശ്രീ ഒക്കെ കൂടി ചേർന്ന് തയ്യാറാക്കിയാണ് സാന്ത്വനം. Women who have passed class 10 are given 7-day training and provides tools to measure height, weight, body mass index, blood pressure, blood glucose level and cholesterol. ഇവരെ എന്ത് പഠിപ്പിക്കും? നീളം, ഭാരം, മാസ് ഇൻഡെക്സ്, BMI, BP നോക്കുക, ഗ്ലൂക്കോസ് ലെവൽ നോക്കുക, കൊളസ്ട്രോൾ നോക്കാനൊക്കെ പഠിപ്പിക്കും. എന്നിട്ട് ഈ സാന്ത്വനം വോളണ്ടിയേഴ്സ് എന്ത് ചെയ്യും? അവർ പോകും. അവരുടെ കയ്യിൽ ഡിജിറ്റൽ ഡിവൈസസ് ഉണ്ടാവും. ഈ ഫിംഗർ പ്രിന്റ്, ബ്ലഡ് ഒക്കെ എടുത്ത് നോക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് അവർ ടെസ്റ്റ് ചെയ്ത് ഇവര് വീടാന്തരം പോയിട്ട് സ്ഥിരമായിട്ട് രോഗികളായിട്ടൊക്കെ ഉള്ള ആളുകളെ വീട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്യും. അപ്പൊ ചെറിയൊരു പൈസ അവർ കൊടുക്കും. അതൊരു വരുമാനമായിട്ട് അവർക്ക് മാറും. അതാണ് സാന്ത്വനം. സാന്ത്വനം പേര് കുറെ ഉണ്ട് കേട്ടോ, പല സാധനങ്ങളുണ്ട്. ഇതാണ് ഒരെണ്ണം, അത്രേ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുള്ളൂ.
Kaliveed, it is a child psychiatry clinic project launched by Health Department in Malappuram district on 2022. ഒരു കുട്ടികളുടെ ഒരു മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്ലിനിക് പ്രോജക്റ്റ് ആണ് കളിവീട്, മലപ്പുറം ജില്ലയിലാണ് ഉള്ളത്. അടുത്ത നോക്കാം, കേരള ഗവൺമെന്റ് സ്കീം ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ഓഫ് ഡിഫറെന്റ്ലി ഏബിൾഡ് പേരൻസ്. ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് പഠനത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ഏതാ? ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, വിദ്യാകിരണം. എന്താണ് വിദ്യാകിരണം? സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് ഇനിഷ്യേറ്റഡ് എ ന്യൂ കോംപ്രഹെൻസീവ് സ്കീം കാൾഡ് വിദ്യാകിരണം ദാറ്റ് പ്രൊവൈഡ്സ് എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് ടു ചിൽഡ്രൻ ഓഫ് ഡിഫറെന്റ്ലി ഏബിൾഡ് പാരന്റ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹു ആർ എക്കണോമിക്കലി ഡിപ്രൈവ്ഡ്, സാമ്പത്തികമായ പ്രയാസമുള്ള ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായമാണ് വിദ്യാകിരണം പദ്ധതിയിലൂടെ കിട്ടുന്നത്. From each category, education assistance will be provided to 25 children from each district for duration of 10 months. 25 കുട്ടികൾക്ക് 10 മാസത്തേക്ക് എന്ത് ചെയ്യും? സഹായം നൽകും. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത 25 കുട്ടികൾക്ക് 10 മാസം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു അക്കാഡമിക് ഇയർ ആണ് ഉദ്ദേശിക്കുന്നത്. Entitlement scheme in Kerala for 0 to 18 years old, excluding dependents of government servants and income tax payers, which provides free investigation of treatment for health conditions other than the 30 conditions covered by Rashtriya Bal Swasthya Karyakram (RBSK). അതായത് RBSK സ്കീമിൽ വരുന്നത് വേറെയാണ്. അതിൽ കവർ ചെയ്യാതെ പോകുന്ന മറ്റ് വിഷയങ്ങളുണ്ടാവും. 0 to 18 years അവർക്ക് ഫ്രീ ആണ്, അവർക്കുള്ളൊരു സൗജന്യമായ ചികിത്സ അത് നൽകുക എന്നുള്ളതാണ് ആരോഗ്യകിരണം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതിയിൽ പെടാത്തതൊക്കെയും RBSKയിൽ പെടുകയും ചെയ്യും. ഓക്കെ, RBSK സൗജന്യ ചികിത്സാ പദ്ധതിയാണ്. രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം നാഷണൽ ലെവലിലുള്ളതാണ്. അതിൽ പറയുന്ന 30 ഹെൽത്ത് കണ്ടീഷനാണ്. അതല്ലാതെയുള്ള കാര്യങ്ങളാണ് ആരോഗ്യകിരണത്തിൽ വരിക. അപ്പൊ ടോട്ടൽ എന്ത് പ്രശ്നം വന്നാലും 18 വയസ്സ് വരെ ഫ്രീ ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, then consideration is irrespective of APL or BPL. അത് APL ആണോ BPL ആണോ പ്രശ്നമേ ഇല്ല, എല്ലാവർക്കും 18 വയസ്സിൽ താഴെയുള്ള എല്ലാവർക്കും സൗജന്യ ചികിത്സ. Through this scheme, medicines, tests and treatments are available free of charge from all government hospitals. എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലും ഇതൊക്കെ ഫ്രീ ആണ്. ഇതാണ് ആരോഗ്യകിരണം പദ്ധതി. Then Snehapuram. This scheme is designed to protect children in cases where 1 or 2 parents have died and the surviving parent is unable to protect them due to financial hardship. ഒരു പേരന്റ് അല്ലെങ്കിൽ 2 പേരന്റ് മരണപ്പെടുക, അല്ലെങ്കിൽ നിലവിലുള്ള പേരന്റ് ആ കുട്ടിയെ വളർത്താൻ സാമ്പത്തികമായ ഒരവസ്ഥ ഇല്ലാതിരിക്കുക, ഇങ്ങനെയുള്ളവർക്കുള്ള സ്കീമാണ് സ്നേഹപൂർവ്വം. സ്നേഹപൂർവ്വം is a monthly financial assistance scheme to raise such children in their own home or relatives home and educate them by hand. ഈ ഒരു പദ്ധതി പ്രകാരം ഈ കുട്ടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു ബന്ധുവിന്റെ വീട്ടിലോ നിന്ന് പഠിക്കുകയും ഫണ്ട് അവിടേക്ക് കൊടുക്കുകയും ചെയ്യും. കുട്ടിയുടെ കയ്യിലല്ല കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുന്ന ആളുകൾക്കാണ് ഇത് കൊടുക്കുക. ചിൽഡ്രൻ who are below 5 years to age to class 12. 5 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ 12ാം ക്ലാസ് വരെ and even to degree college are eligible to avail for this scholarship scheme. ഓക്കെ, എബോവ് 5 ഇയേഴ്സ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് കേട്ടോ. 5 വയസ്സ് മുതൽ 12ാം ക്ലാസ് വരെയാണ് ഇതിന്റെ ഒരു ഇത്. മേ ബി അവർക്ക് ഡിഗ്രിക്കും കോളേജ് ലെവലൊക്കെ സ്കോളർഷിപ്പും കൊടുക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അടുത്തത് ആശ്വാസകിരണം സ്കീം envisages assisting the caregivers of physically and mentally disabled bedridden patients who are their family members or relatives. The scheme aims to provide a monthly assistance of ₹600 to those caregivers who are unable to take up employment for self-sustenance. അതായത് കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൂട്ടിരിപ്പുകാർക്ക് നൽകുന്ന ഒരു അസിസ്റ്റൻസ് ആണ് ആശ്വാസകിരണം.
കിടപ്പ് രോഗികൾക്ക് കൊടുക്കുന്നതല്ല, കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ പരിചരിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, മാസം 600 രൂപ. ഓക്കെ, വാട്ട് ഈസ് ദി സ്പെക്ട്രം സ്കീം ഓൾ അബൌട്ട്? എന്താണ് സ്പെക്ട്രം സ്കീം? ആരുമായി ബന്ധപ്പെട്ടാണ് സ്പെക്ട്രം സ്കീം ഉള്ളത്? ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ, ഗേൾസ് വിത്ത് ഡിസബിലിറ്റി, സിംഗിൾ യങ് വിമൻ, ട്രാൻസ്ജെൻഡേഴ്സ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ ആണ്. സ്പെക്ട്രം ഇസ് എ സബ് പ്രൊജക്ട് അണ്ടർ ദി അനുയാത്ര പ്രോഗ്രാം ഓഫ് ദി സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ envisaged for solving the issues of autism sector. ഓട്ടിസവുമായി ബന്ധപ്പെട്ട് അനുയാത്ര എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഓട്ടിസ്റ്റിക് ചിൽഡ്രനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്പെക്ട്രം പദ്ധതി എന്നുള്ളത്. ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ലോഞ്ച് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ഫോർ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. സർക്കാർ ഉദ്യോഗസ്ഥർക്കും സർക്കാരിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർക്കുമുള്ള ഇൻഷുറൻസ് സ്കീമിന്റെ പേരെന്താണ്? ഓക്കെ, മെഡിസെപ്പ് ആണ് കേട്ടോ. എന്താണ് പ്രത്യാശ? പ്രത്യാശ ഈസ് ആൻ ഇന്നോവേറ്റീവ് പ്രോഗ്രാം ലോഞ്ച് അറ്റ് ജോയിന്റ് വെഞ്ചർ അമിഡ് ഇൻഡിവിജ്വൽസ്, കോർപ്പറേറ്റ്സ് ആൻഡ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ പറഞ്ഞ കേരള KSSM, കോർപ്പറേറ്റ്സ്, ഇൻഡിവിജ്വൽസ് ഒക്കെ ചേർന്നിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു ഇന്നോവേറ്റീവ് പ്രോഗ്രാമാണ് പ്രത്യാശ. The main objective of this Pratyasha scheme is to help economically poor parents in getting their daughters married. അതായത് ദരിദ്രരായ മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ, പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സഹായം. As part of the program, girls belonging to poor families are provided with a marriage assistance of 50,000 each. ഓരോരുത്തർക്കും 50,000 രൂപ വെച്ച് വിവാഹത്തിനുള്ള സഹായമായിട്ട് നൽകുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ പെൺകുട്ടികളെ കെട്ടിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വരാറുണ്ടോ? നമ്മുടെ ഇവിടെയൊക്കെ സർവ്വസാധാരണമായിട്ട് വരാറുണ്ട്. അപ്പൊ നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ഒരാളെ ഞാൻ കെട്ടിക്കോളാന്ന് പറയുമ്പോൾ അവരങ്ങ് പോവായിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം ഇതൊക്കെയാണ് പറയാ, ഇങ്ങനെയുള്ള സ്കീം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അതായത് രജിസ്റ്റർ ചെയ്തോ, പ്രത്യാശയിൽ രജിസ്റ്റർ ചെയ്തപ്പോ അവര് കണ്ട വഴി ഓടും. ഓക്കെ, ഓക്കെ. താലോലം. താലോലം എ സ്റ്റേറ്റ് ഗവൺമെന്റ് വെഞ്ചർ ഇംപ്ലിമെന്റഡ് ത്രൂ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ടു പ്രൊവൈഡ് ഫ്രീ ട്രീറ്റ്മെന്റ് ടു ചിൽഡ്രൻ ബിലോ ഏജ് ഓഫ് 18. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ട്രീറ്റ്മെന്റ് കൊടുക്കാതെ ചില വിഷയങ്ങൾ മാത്രമാണ്. ഹു ആർ സഫറിംഗ് ഫ്രം കിഡ്നി ഡിസീസസ്, കാർഡിയോവാസ്കുലർ ഡിസീസസ്, സെറിബ്രൽ പാൾസി, brittle bone disease, hemophilia, thalassemia, sickle cell anemia, orthopedic deformities and other neurodevelopmental disabilities, congenital anomalies, endosulfan victims ആണ് ഉദ്ദേശിക്കുന്നത്, and accident cases which need surgery. അപ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള കുട്ടികൾ 18 വയസ്സിൽ താഴെയുള്ളവർക്ക് ഉള്ള പദ്ധതിയാണ് താലോലം. കേരള സ്റ്റേറ്റ് സെക്യൂരിറ്റി മിഷൻ ആണ്. ഓക്കെ, വളരെ ഭാരിച്ച ചിലവുകളുള്ള താലോലം. സ്നേഹയാനം. സ്നേഹയാനം എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസിനാണ്, വിച്ച് പ്രൊവൈഡ്സ് ഇലക്ട്രിക് ഓട്ടോറിക്ഷാസ് ഫ്രീ ഓഫ് കോസ്റ്റ് ടു മദേഴ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഹു സഫർ ഫിനാൻഷ്യലി. മക്കൾ ഡിസബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ അമ്മമാർക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക് ഓട്ടോറിക്ഷ കൊടുക്കുന്ന സ്കീമാണ് സ്നേഹയാനം. യാനം എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ എന്നാണ്, വാഹനം എന്നാണ് അർത്ഥം. ഓക്കെ, അതാണ് സ്നേഹയാനം. ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ അമ്മമാർക്കാണ് അത് കൊടുക്കുക. അച്ഛന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും, അത് വിറ്റിട്ട് കള്ളുടിക്കും. ഓക്കെ, മെഡിസെപ്പ്. ദി സ്കീം ഈസ് ഇന്റൻഡഡ് ടു പ്രൊവൈഡ് കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇവിടെ റേഷൻ കാർഡ് കൊണ്ടുപോയിട്ട് അരി വാങ്ങിയിട്ട് മറിച്ച് വിട്ടിട്ട് കള്ളു പിടിക്കുന്ന പ്രശ്നമുള്ളതുകൊണ്ടാണ് റേഷൻ കാർഡിൽ സ്ത്രീകളുടെ ഫോട്ടോയും അവരെ പ്രധാനപ്പെട്ട ആളാക്കി മാറ്റിയത്. എന്തൊക്കെ ചെയ്യണം? ഓക്കെ, മെഡിസെപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞു, കേരള ഗവൺമെന്റ് സർവൻസ് മെഡിക്കൽ അറ്റൻഡന്റ് റൂൾസ് പ്രകാരം, അതോടൊപ്പം തന്നെ പെൻഷനേഴ്സിനും ഗവൺമെന്റ് എംപ്ലോയീസിനും കൊടുക്കുന്ന
ഇൻഷുറൻസ് ആണ്. ഇത് മാനേജ് ചെയ്യുന്നത് കേരള ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് മാനേജ് ചെയ്യുന്നത്. മെഡിസം. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ. എ സ്കീം സ്റ്റാർട്ടഡ് ടു റീഹാബിലിറ്റ് അൺമാരിഡ് മദേഴ്സ് വിത്ത് മന്ത്ലി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. എങ്ങനെ ഇരിക്കുന്നത്? കൊള്ളാം. ഓക്കെ, വിവാഹിതരല്ലാത്ത അവിവാഹിതരായ അമ്മമാർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നതാണ്. കാശ് കൊടുത്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവിവാഹിതരായ അമ്മമാരുണ്ടാവാൻ വേണ്ടി. ആണോ? അങ്ങനെയാണ് സ്കീം കൊണ്ടുള്ള ലക്ഷ്യം. 90% ആളുകളും അവിവാഹിതരായ അമ്മമാരാകുന്നത് പീഡനങ്ങളിലൂടെയാണ്. മനസ്സിലായോ? ഒരു 10% ഉള്ളൂ അവരുടെ കയ്യിലിരിപ്പുണ്ട് അമ്മമാരാകുന്നത്. ബാക്കി 90%വും ഇതുപോലുള്ള പീഡനങ്ങളിലൂടെയാണ് ഉണ്ടാവുക. അപ്പൊ അവരെ പരിഗണിക്കുക എന്നുള്ളതും അവർക്ക് ഫിനാൻഷ്യലിയും മാനസികമായിട്ടൊക്കെ ധൈര്യം നൽകുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവരൊരു ക്രൈം, ഒരു കുറ്റകൃത്യത്തിലെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുകയും ആ ഒരു വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾക്ക് നീതി ലഭിക്കുകയും ചെയ്യണം. ആ സ്കീമാണ് സ്നേഹസ്പർശം. മഴവില്ല്, നിർഭയ, സ്നേഹസ്പർശം, അഭയകിരണം. എന്താണ് മഴവില്ല്? മഴവില്ല് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് പ്രയാസങ്ങളൊക്കെ ഉള്ളപ്പോ, അതായത് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ സംഭവം പലരും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വിഷയങ്ങളാണെങ്കിൽ പോലും ഒരു സൊസൈറ്റിയിൽ അങ്ങനെ ഒരാളുണ്ട്, അയാൾ ട്രാൻസ്ജെൻഡർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത, അല്ലെങ്കിൽ എന്താവട്ടെ, ഇന്നലെ വരെ ആണായിട്ട് ജീവിച്ചു, ഇന്നു മുതൽ പെണ്ണായിട്ട് വരുന്നു. എന്തായാലും ഒരു മനുഷ്യൻ നിലയിൽ ഒരിക്കലും സമൂഹത്തിൽ ഒറ്റപ്പെടാൻ പാടില്ല എന്നത് നമ്മുടെ ഒരു ബേസിക് കൺസെപ്റ്റ് ആയിരിക്കണം. അയാൾ ഉപദ്രവിക്കപ്പെടാനോ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കപ്പെടാനോ ഒരിക്കലും പാടില്ല. അത് എന്താവട്ടെ. ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് മാറുന്നുള്ളെങ്കിൽ ഇനി ഭാവിയിൽ വരാൻ പോകുന്നത് മറ്റ് പല ജീവികളായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകളായിരിക്കും. ഓൾറെഡി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു. നാളെ നായയായിട്ടും കുതിരയായിട്ടൊക്കെ ഇതിലെ ആളുകൾ നമുക്ക് കാണാൻ കഴിയും. എന്താവട്ടെ, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പോലും അവരൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവരെ ആക്രമിക്കപ്പെടാൻ അല്ലെങ്കിൽ ഒറ്റപ്പെടാനോ ഒരു പ്രയാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അത് നമ്മളൊരു ബേസിക് കൺസെപ്റ്റ് ആണ്. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യും, 50,000 രൂപ വരെ ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് നൽകുകയാണ്. എന്തിനു വേണ്ടി? ഒരു സ്വയം തൊഴിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കതിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ടാവും. ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള സമൂഹം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കൂടുന്നല്ല, കുറയൊന്നുമില്ല. ഓക്കെ, സോ അതാണ് മഴവില്ല്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ടാവും, എ ക്രൈസിസ് മാനേജ്മെന്റ് സെന്റർ ഉണ്ടാവും, ഒരു ട്രാൻസ്ജെൻഡർ സെൽ ഉണ്ടാവും. മന്ത്ലി അല്ല, ടോട്ടൽ അത്രേ ഉള്ളൂ കേട്ടോ. 50 മന്ത്ലി ആണെങ്കിൽ ഇപ്പം നമുക്കൊക്കെ വല്ല കോഴിയോ കാക്കയോ ആയ സുഖമായിരുന്നല്ലോ. ആണും പെണ്ണാവുന്നതൊക്കെ വളരെ മോശമാണ്. ഒരു മറ്റു ജീവികൾ, ഇപ്പൊ ഞാൻ സിംഹമായിട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു രസമാണ്. എന്നിട്ട് എന്ത് ചെയ്യാ, എനിക്കൊരു 50,000 രൂപ വേണം. Okay, next one is Nirbhaya. Nirbhaya is a Kerala state policy to combat sexual violence and sex trafficking of women and children to the state. Nirbhaya cell under the Department of Women and Child Development. Okay, Women and Child Development Department in the കീഴില് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏജൻസിയാണ് നിർഭയ. ആ പേര് നോർമലി നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്, കാണാറുള്ളതാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള സെക്ഷൽ വയലൻസും സെക്ഷൽ ട്രാഫിക്കിങ്ങും. ഓക്കെ, അതാണ്. നിങ്ങൾ എന്താണ് ഇവിടെ ചോദിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടില്ല, മെസ്സേജ് കണ്ടില്ല. മന്ത്ലി ആണ്, അപ്പോ GK ആരെടുക്കും അത് നിങ്ങൾക്കറിയില്ല.
സിംഹമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാല് സംസാരിക്കാൻ പാടില്ല എന്നൊന്നും നിയമമില്ല. അതിന്റെ ഒരു കോലം ഉണ്ടായാൽ മതി. ഓക്കെ. According to the Nirbhaya policy, the state Nirbhaya cell aims to intervene in 4 key areas of prevention, protection, law enforcement, rehabilitation and reintegration. ഈ 4 കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷൽ വയലൻസിന് കാരണമായിട്ടുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ചെയ്യുക. ഒന്ന് പ്രിവെൻഷൻ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതെ നോക്കും. പ്രൊട്ടക്ഷൻ, അവരെ സംരക്ഷിക്കുക. ലോ എൻഫോഴ്സ്മെന്റ്, അവർക്ക് നിയമസഹായങ്ങൾ നൽകുക. റീഹാബിലിറ്റേഷൻ, റീഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാല് അവർക്ക് എന്ത് നൽകുക? പുനരധിവാസം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നീട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതാണ് 4 കാര്യം. ഓക്കെ. പ്രോഗ്രാംസ് ഇംപ്ലിമെന്റഡ് ബൈ സ്റ്റേറ്റ് നിർഭയ സെൽ. നിർഭയ സെല്ലിൽ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ്: വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോം, SOS മോഡൽ ഷെൽട്ടർ ഹോം, തേജോമയ ഹോം, ആഫ്റ്റർ കെയർ ഹോം, ഇന്റഗ്രേറ്റഡ് കെയർ സെന്റർ, ഹോം ഫോർ മെന്റൽ ഹെൽത്ത്, വൺ സ്റ്റോപ്പ് സെന്റർ, അശ്വ സാനിധി മീൻസ്. അപ്പൊ ഇതൊക്കെ ഈ ഒരു നിർഭയ സ്കീമിന്റെ അണ്ടറിൽ, സെല്ലിന്റെ അണ്ടറിൽ വന്നിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. ഓക്കെ. ഈ പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. സ്നേഹസ്പർശം. The percentage of abortion-related hazards and death is high among teenage unwed mothers. Taking these facts into consideration, the government has initiated a project through Social Security Mission named Snehasparsham, which intends to protect and help unwed mothers. As a part of this project, government is giving 1,000 per month to them. അതായത് അബോർഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പീഡനത്തിലൂടെയോ അല്ലാതെയോ ഗർഭിണികളായിട്ടുള്ള അവിവാഹിതരായിട്ടുള്ള അമ്മമാരായ ആളുകൾ, അവര് ഈ ഒരു അബോർഷന് വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങൾ, മരണമൊക്കെ സംഭവിക്കാം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാസം 1000 രൂപ കൊടുക്കും. ഈ പദ്ധതിക്കാണ് സ്നേഹസ്പർശം എന്ന് പറയുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആണ് അത് നടക്കുന്നത്. ഓക്കെ. അഭയകിരണം. അഭയകിരണം ഫോർ പ്രൊവൈഡിങ് എ സേഫ് ആൻഡ് ബെറ്റർ ലിവിംഗ് എൻവയൺമെന്റ് ടു ഡെസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഹോംലെസ് വിഡോസ്. വിധവകളായിട്ടുള്ള, ദരിദ്രർ അല്ലെങ്കിൽ വീടില്ലാത്തവർ ഒക്കെ ആയിട്ടുള്ള വിധവകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്, സാമൂഹിക നീതി വകുപ്പ് ഇറക്കിയിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവിനാണ് അഭയകിരണം പദ്ധതി എന്ന് പറയാം. ഇതില് ഇങ്ങനെയുള്ള ആളുകളുടെ റിലേറ്റീവ്സിന് 1000 രൂപ വീതം മാസം കൊടുക്കും. അതിനു വേണ്ടി ഈ പറയുന്ന വിഡോസിന് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ഷെൽട്ടർ ടു ദം, അവർക്ക് പ്രൊട്ടക്ഷനും ഷെൽട്ടറും ഒക്കെ കൊടുക്കാൻ. ഓക്കെ. നിങ്ങൾ പലപ്പോഴും ഈ 600 രൂപ 1000 രൂപയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഇതിന്റെ കൂടെ ഇതൊക്കെ ആർക്കാണ് 1000 രൂപ കൊണ്ട് ഒരു മാസം ജീവിക്കാൻ കഴിയാന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും മറുപടി ഇല്ല. ഓക്കെ, ഫൈൻ. വാട്ട് ഈസ് ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കുടുംബശ്രീ മിഷൻ? കുടുംബശ്രീ മിഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? വിമൻ എംപവർമെന്റ്, പോവർട്ടി അലിവേഷൻ, എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ, നൺ ഓഫ് ദിസ്. അതെ, ഈ ആൻസറിൽ നിന്ന് തന്നെ അറിയാം ഈ കുടുംബശ്രീക്കാരുടെ ഒരു മെന്റാലിറ്റി എന്താന്നുള്ളത്. ഈ ആൻസറിൽ നിന്ന് തന്നെ അറിയാം. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് മാറ്റി വെച്ചോ. വുമൺ എംപവർമെന്റ് അല്ല കുടുംബശ്രീയുടെ ലക്ഷ്യം. കുടുംബശ്രീയുടെ ലക്ഷ്യം പോവർട്ടി അലീവിഷൻ ആണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനാണ്. വുമൺ എംപവർമെന്റ് ആണെന്നൊരു അഹങ്കാരം പല കുടുംബശ്രീക്കാരുടെ ഉള്ളിലുണ്ട്. ഓക്കെ, എന്താണ് കുടുംബശ്രീ മിഷൻ നോക്കുക. ഈസ് ദി പോവർട്ടി ഇറാഡിക്കേഷൻ ആൻഡ് വിമൻ എംപവർമെന്റ് പ്രോഗ്രാം ഇംപ്ലിമെന്റഡ് ബൈ ദി സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ. ഓക്കെ, സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ, ഗവൺമെന്റ് ഓഫ് കേരള. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മിഷനാണ് സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ. അവരുടെ ഒരു സ്കീമാണ് കുടുംബശ്രീ. അതിൽ പ്രധാന ലക്ഷ്യം പോവർട്ടി ഇറാഡിക്കേഷൻ ആണ്. അത് സ്ത്രീകളെ ബേസ് ചെയ്തുകൊണ്ടായതുകൊണ്ട് വിമൺ എംപവർമെന്റ് അതിന്റെ ഭാഗമായിട്ടുണ്ടാകാം, ഞാൻ അതിനെ നിരാകരിക്കുന്നില്ല. പക്ഷെ പ്രധാന ലക്ഷ്യം എന്താണ്? പോവർട്ടി ഇറാഡിക്കേഷൻ ആണ്. അപ്പൊ സ്ത്രീകള് വിചാരിച്ചാൽ എന്ത് ചെയ്യും?
ദാരിദ്ര്യം ഇല്ലാതാകുന്നതാണ്. കാരണം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുണ്ട്. സ്ത്രീകൾ വെറുതെ കുത്തിയിരിക്കുക, പുരുഷന്മാർ കൊണ്ടിരുന്ന് തിന്നുക. അതിനൊക്കെ ഒന്ന് മാറിയിട്ട് അവരും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ സമൂഹം എന്നേ നന്നാവും. അത് നിർബന്ധമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പുരുഷന്മാരെ കൊണ്ടുവരുന്ന തിന്നുന്നത് ഒരു മോശമാണെന്ന് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരാൾ അങ്ങനെ തീരുമാനിക്കുക, അങ്ങനെയൊക്കെ മതി. പക്ഷെ അവരും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലായിരുന്നു. ഓക്കെ, ലോഞ്ച്ഡ് ഇൻ 17 മെയ് 1998 ഇൻ കോട്ടക്കുന്ന് മലപ്പുറം കോട്ടക്കുന്നിൽ 1998 മെയ് 17 ഇത് ലോഞ്ച് ചെയ്തത്. പക്ഷെ ഇത് ഫംഗ്ഷനിങ് തുടങ്ങിയത് ഏപ്രിൽ 1 1991 കുടുംബശ്രീ പ്രോഗ്രാം വാസ് ഇനാഗുറേറ്റ് ബൈ AB വാജ്പേയി. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് എന്ത് ചെയ്യുന്നത്, കുടുംബശ്രീ പ്രോഗ്രാം ഇനാഗുറേറ്റ്. ദി ലാർജസ്റ്റ് വിമൻ മൂവ്മെന്റ് ഇൻ ഏഷ്യ. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് അല്ലെങ്കിൽ സ്ത്രീ സംഘടനയാണ് കുടുംബശ്രീ. ബ്രാൻഡ് അംബാസിഡർ കുടുംബശ്രീ ഓർഗാനിക് ഫാമിംഗ് പ്രൊജക്ട്. ഇതിന്റെ കീഴിൽ ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ട് കേട്ടോ. ഓരോ ജില്ലയിലും ഓരോ പഞ്ചായത്തിലും ഒക്കെ വ്യത്യസ്തമായ പ്രൊജക്ടുകൾ, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ കുടുംബശ്രീയുടെ അല്ല, അതിന്റെ ഓർഗാനിക് ഫാമിംഗ് പ്രൊജക്ടിന്റെ മഞ്ജു വാര്യർ ആണ്. ബഡ്സ് എന്ന സ്കൂൾ, സ്പെഷ്യൽ സ്കൂൾ സ്റ്റാർട്ട് ഫോർ ദി മെന്റലി ചലഞ്ചസ് പേഴ്സൺസ്, അത് കുടുംബശ്രീയുടെ കീഴിലാണ്. കഫേ കുടുംബശ്രീ, ബ്രാൻഡ് നെയിം ഓഫ് കുടുംബശ്രീ റെസ്റ്റോറൻസിന്റെ ബ്രാൻഡ് നെയിം ആണ് കഫേ കുടുംബശ്രീ. ഭവനശ്രീ, മൈക്രോ ഹൗസിംഗ് ലോൺ പ്രൊജക്ട് ഓഫ് കുടുംബശ്രീ, കുടുംബശ്രീയുടെ ചെറിയ ലോൺ പ്രൊജക്ട് ആണ് ഭവനശ്രീ. ഫുഡ് ഓൺ വീൽസ്, സാന്ത്വനം, ഇതാ ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു സാന്ത്വനം പറഞ്ഞു. ഇതേപോലെ സാന്ത്വനം എന്നുള്ള പേര് പലരും ഉപയോഗിക്കുന്നുണ്ട്. ഐഡന്റിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇൻ ദി കമ്മ്യൂണിറ്റി, സമൂഹത്തിലെ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി രോഗങ്ങൾ അതൊക്കെ കണ്ടെത്തുക, അത് ചികിത്സിക്കുക എന്നുള്ളതാണ്. തൊഴിൽശ്രീ പ്രോഗ്രാം, കുടുംബശ്രീ വാസ് സ്റ്റാർട്ടഡ് ബാലപഞ്ചായത്ത് പ്രൊജക്ട് വിത്ത് സപ്പോർട്ട് ഓഫ് യൂണിസെഫ്. യൂണിസെഫുമായി ബന്ധപ്പെട്ട് ബാലപഞ്ചായത്ത് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുടുംബശ്രീ ട്രാവൽസ്, ടാക്സി സർവീസ് ആണ്. സമഗ്ര പ്രൊജക്ട്, അത് ഒരു പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ട്, അതിനാണ് സമഗ്ര എന്ന് പറയുന്നത്. മാരാരി മഷ്റൂം പ്രൊജക്ട് ആലപ്പുഴയില്. നൈവേദ്യം, കദളി ബനാന ആൻഡ് ഗുരുവായൂർ ടെമ്പിൾ. മധുരം ഹണി പ്രൊജക്ട് പത്തനംതിട്ട. തിരുമധുരം എറണാകുളം. സാഫല്യം കാഷ്യൂ പ്രൊജക്ട് കാസർഗോഡ്. ഇതൊക്കെ കുടുംബശ്രീയുടെ കീഴിൽ നടക്കുന്ന പ്രൊജക്ട്സ് ആണ്. അമൃതം, അത് നിങ്ങൾ എല്ലാവരും ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പൊടിയാണ് അമൃതം പൊടി. അമൃതം പൊടി കുട്ടികൾക്ക് ഇഷ്ടമല്ല, വീട്ടിലുള്ള ആർക്കും ഇഷ്ടമല്ല, കോഴിക്ക് വരെ ഇഷ്ടമല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അങ്ങനെ കുടുംബശ്രീ തന്നെ എന്ത് ചെയ്തു, അമൃതം പൊടി എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നതിന് വേണ്ടിയിട്ട് ഒരു ഈ കഴിഞ്ഞ വർഷമാണ് ഒരു എക്സ്പോ, എല്ലാ അംഗനവാടികളിലും ഫുഡ് എക്സ്പോ സംഘടിപ്പിക്കാൻ പറഞ്ഞു. അമൃതം പൊടി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ എൻ്റെ മോള് അംഗനവാടി പോകുന്ന ടൈമായിരുന്നു. ആ സമയത്ത് ഏകദേശം ഒരു 25ഓളം പ്രൊഡക്ട്സ് മീൻസ് പലഹാരങ്ങൾ, ഫുഡ് ഐറ്റംസ് അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കി. അപ്പോ അമൃതം പൊടി എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ന്യൂട്രീഷണൽ ആയിട്ടുള്ള സാധനമാണ്. അത് എല്ലാവർക്കും ഉപയോഗിക്കാം. കുട്ടികൾക്ക് കൊടുക്കാതെ ഉപയോഗിക്കാൻ പാടില്ല. കുട്ടിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല സാധനങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കാം. അതൊക്കെ ഒരുപാട് യൂട്യൂബിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത് കൊടുക്കണം. കുട്ടിക്ക് വേണ്ടി കിട്ടുന്നതാണ്, അത് കുട്ടിക്ക് കൊടുക്കണം. അത് ഇന്നേ വരെ ഒരാളും ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു സാധനം അതിന്റെ ഒരു പ്രശ്നത്തെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. അത് നല്ല രീതിയിൽ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ, വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ കുട്ടി കഴിക്കും. ഓക്കെ, നെക്സ്റ്റ് ആശ്രയ, കുടുംബശ്രീയുടെ ഡിസ്ട്രിബ്യൂട്ട് ഐഡന്റിഫിക്കേഷൻ റീഹാബിലിറ്റേഷൻ പ്രോജക്ട്. ആശ്രയ എന്ന് പറഞ്ഞാൽ ഈ ഒറ്റപ്പെട്ട ആളുകൾക്ക് അവരെ കണ്ടെത്താനും അവരെ റീഹാബിലിറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊജക്ട് ആണ്. സംഹിത, 24 hours വർക്കിംഗ് ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ്. ജെൻഡർ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക് ആണ് സംഹിത. തെളിമ, എന്റർപ്രണർ ഗ്രൂപ്പ്സ് ഫോംഡ് അണ്ടർ കുടുംബശ്രീ ഫോർ ദി വേസ്റ്റ് മാനേജ്മെന്റ്. വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ ഒരു സ്വയം തൊഴിൽ സംരംഭങ്ങൾ, അതിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് തെളിമ എന്ന് പറയാം. ബാലസഭ, ചിൽഡ്രൻസ് നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ്, ഒരു അയൽക്കൂട്ടം പോലെ അതിന്റെ കുട്ടികളുടെ ഒരു കൂട്ടത്തെയാണ് ബാലസഭ എന്ന് പറയുന്നത്. ഇതൊക്കെ കുടുംബശ്രീയുടെ കീഴിലുള്ളതാണ്. ഇതല്ലാതെ ഒരുപാട് സംരംഭങ്ങളുണ്ട്. കുടുംബശ്രീയുടെ വെബ്സൈറ്റ് ഉണ്ട്. ഇവർക്ക് കിട്ടിയ കുറെ അവാർഡ്സ് ഉണ്ട്. നാഷണൽ ലെവലിലൊക്കെ കിട്ടിയതുണ്ട്, ഇന്റർനാഷണൽ ലെവലിൽ ലഭിച്ച അംഗീകാരങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്.
ഓക്കെ, അതൊക്കെ നിങ്ങൾ സമയം പോലെ നോക്കാം. മംഗല്യ സ്കീമുമായി ബന്ധപ്പെട്ട് വിവാഹത്തിന് എത്ര രൂപയാണ് കിട്ടുക? ഓക്കെ, നിങ്ങൾ വിഷമിക്കണ്ട, 25,000 രൂപയാണ് കിട്ടുക. പെട്ടെന്ന് പറഞ്ഞോ, സമയം ഒരുപാടെ. മംഗല്യ എന്ന് പറഞ്ഞാല് സ്കീം ഓഫ് വിഡോ റീമാരേജ് ആണ്. വിധവകളെ പുനർവിവാഹം നടത്തുന്ന സ്കീമാണ് മംഗല്യ. ഓക്കെ, 25,000 ആണ് അതിന് എലിജിബിൾ ആയിട്ടുള്ളവർക്ക് കൊടുക്കുക. ഓക്കെ, കേരള ഗവൺമെന്റ് ഒരു പുതിയ ടോൾ ഫ്രീ നമ്പറാണ് കറപ്ഷൻ, അഴിമതി കണ്ടാൽ ഈ നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ മതി. നിങ്ങൾക്കെതിരെ കേസെടുക്കും. നിങ്ങൾക്കെതിരെ അല്ല, അഴിമതി കാണിച്ചവർക്കെതിരെ. ഓക്കെ, ഓപ്ഷൻ എ ആണ് കേട്ടോ, 1064. ഇത് ഇങ്ങനെ പഠിച്ചു വെക്കുക, പരീക്ഷ കഴിഞ്ഞിട്ട് മറക്കുക. ഇതേപോലെ കുറച്ച് ടോൾ ഫ്രീ നമ്പേഴ്സ് ഉണ്ട്, ഇതില് പഠിച്ചു വെക്കേണ്ടതുണ്ട്, മറക്കേണ്ടതുണ്ട്. സൈബർ ക്രൈം 1930, ദിശ 1056, ആന്റി റാഗിങ് വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മതി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് 1077, ചൈൽഡ് ലൈൻ, ആധാറുമായി ബന്ധപ്പെട്ട് മിത്ര, ആന്റി കറപ്ഷൻ, പിങ്ക് പോലീസ് 1515 കേട്ടോ, പഠിക്കുക, മറക്കുക. നാഷണൽ ഹൈവേ ഹെൽപ്പ് ലൈൻ 1033. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടോൾ ഫ്രീ നമ്പേഴ്സ്. ഇതല്ലാതെ പല പല സംഭവങ്ങളുണ്ട്. ഒരു നിങ്ങളത് നോക്കട്ടോ, സ്റ്റേറ്റ് ലെവലാണെങ്കിലും നാഷണൽ ലെവലും. നമ്മുടെ സത്യത്തിൽ ക്ലാസ് കൊണ്ട് മുഴുവൻ കാര്യങ്ങളും പറയാനോ പഠിപ്പിക്കാനോ കഴിയില്ല. ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാന്നേ ഉള്ളൂ. ബാക്കി നിങ്ങളുടെയും കൂടി ഒരു വർക്കാണ്. കഴിയുന്നത്ര വർക്ക് ചെയ്യുക. ഒരു ദിവസം ബാക്കി അറബി പഠിക്കുന്ന ഒരു അരമണിക്കൂർ GK പഠിക്കാൻ മാറ്റി വെച്ചാൽ മതി. ഓക്കെ, മൃതസഞ്ജീവനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓർഗൻ ഡൊണേഷനുമായി ബന്ധപ്പെട്ടാണ്. അത് ഏത് വർഷമാണ് കേരള ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തത്? ഓക്കെ, ഓപ്ഷൻ ബി ആണ് കേട്ടോ, 2012. എന്താണ് മൃതസഞ്ജീവനി യോജന? ഇസ് എ പോസ്റ്റ്മോർട്ടം ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സ്കീം ഇംപ്ലിമെന്റഡ് at the government level in Kerala as part of the Health and Family Welfare Department based on the law passed by the Lok Sabha in 1994. 1994 ലോക്സഭ പാസ് ചെയ്ത നിയമപ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകണം. ഓക്കെ, ഷെയർ ഓർഗൻ ഷെയർ ലൈഫ്സ്. ഓർഗൻ ഷെയർ ചെയ്യുക, ജീവൻ രക്ഷിക്കുക കേട്ടോ. ജാരിയായ സ്വതക്കാന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ കണ്ണുകളിലൂടെ മറ്റുള്ളവർ നല്ല കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരലോകത്തും അതിന് ഉപകാരം കിട്ടും. ഇനി അവർ മോശം കാഴ്ച കണ്ടാൽ നിങ്ങൾക്ക് കുറ്റവും കിട്ടൂല, കാരണം നിങ്ങൾ നല്ല ഉദ്ദേശത്തിന് വേണ്ടി കൊടുത്തതാണല്ലോ. അപ്പൊ എന്തായാലും ജാരിയായ സ്വതക്കായിട്ടാണ് ആധുനിക കാലത്തെ പണ്ഡിതന്മാരൊക്കെ അവയവദാനത്തെ പറഞ്ഞത്. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ അവയവനൊന്നും ദാനം ചെയ്യരുത്. മീൻസ് ചെയ്യാം, ലിവറൊക്കെ ചെയ്യാം, ഒരു കിഡ്നി കൊടുക്കാം. അതൊക്കെ നമ്മുടെ ആരോഗ്യം കൂടി നോക്കിയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ എന്ന് നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഓൺ ടോൾ. പിന്നെ ഈ കണ്ണ് കാണാത്ത സ്ത്രീയെ പ്രേമിച്ചിട്ട് ഡൊണേഷൻ ഒന്നും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, in 12th August 2012, മൃതസഞ്ജീവനി സ്കീം came into existence with മോഹൻലാൽ as the goodwill ambassador. ഇതിന്റെ അംബാസഡർ ആയിട്ട് മോഹൻലാൽ ആയിരുന്നു. 2012 ഇതിലൊരു ഏജൻസി ഉണ്ട്, കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ്. ഈസ് ഓൾസോ വർക്കിംഗ് ഫോർ ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ. അവരാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നത്. മൃതസഞ്ജീവനി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ്, KNOS. ഹോസ്പിറ്റലൊക്കെ ഇതിനെ കുറിച്ച് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാണാൻ കഴിയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. കെടാവിളക്ക് അല്ലെ, പുതിയ ന്യൂനപക്ഷ സ്കോളർഷിപ്പ്. ഓക്കെ, അങ്ങനെ കുറെ സ്കീംസ് ഉണ്ട്. നമുക്ക് ഒരു റീസെന്റ് ഒരു 3 മാസങ്ങൾ മുമ്പ് വരെ നടന്ന കാര്യങ്ങളൊക്കെ എക്സാമിന് വരാം. ക്വസ്റ്റ്യൻസ് ഒക്കെ 3 മാസം മുമ്പ് വരെയൊക്കെ ഉണ്ടാക്കും എന്നാണ് പറയാറ്. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ, പറയാനുണ്ടോ?
മാർഗദീപം. എന്താണ് മാർഗദീപം? സ്കോളർഷിപ്പ് ആണോ? സ്കോളർഷിപ്പ് 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ ഉള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ് മാർഗദീപം. ഓക്കെ, നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇത്രയും ടൈം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ നമ്മള് അവസാനിപ്പിക്കുകയാണ്. 5 ക്ലാസ്സസ് ആയിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും കുറച്ച് നാള് നിങ്ങളുടെ കൂടെ ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ ഒരിക്കലും ഞാൻ നമുക്ക് വീണ്ടും കാണാം എന്ന് പറയുന്നില്ല. എല്ലാവരും ജോലി വാങ്ങി പൊക്കോണം. ഈ പരിസരത്തൊന്നും നിങ്ങളെ കണ്ടുപോകരുത് എന്നേ പറയുള്ളൂ. ഓക്കെ, നമ്മളിങ്ങനെ ക്ലാസ്സുകളിൽ വീണ്ടും കാണാതിരിക്കട്ടെ. നമ്മള് പിന്നെ പുറത്തൊക്കെ നമുക്ക് വെച്ച് ഇൻഷാല്ലാ നമുക്ക് കാണാം. ഞാൻ കൊല്ലത്താണ്. ആഷിഖ് ഷാജഹാൻ എന്നാണ് പേര്, നിങ്ങൾക്ക് അറിയുണ്ടാവും. പിന്നെ മലപ്പുറം എടവണ്ണയിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ജസ്ല ടീച്ചറുമായിട്ടോ ഒക്കെ കോൺടാക്ട് ചെയ്താൽ എന്റെ നമ്പർ ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇൻഷാല്ലാ ഹൈറാവട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ. ഓക്കെ സാറേ, ജസാക്കുമുല്ലാഹ് ഖൈറ. അപ്പോൾ വളരെ നല്ലൊരു സെക്ഷൻ നമുക്ക് വേണ്ടി നൽകിയ സാർ എക്കോ കേൾക്കുന്നുണ്ടോ? ഇല്ല, ഓക്കെയാണ്. അപ്പോൾ വളരെ നല്ലൊരു സെക്ഷൻ നമുക്ക് വേണ്ടി സമ്മാനിച്ച ആഷിഖ് സാറിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക. അതുപോലെ ഈ തന്ന നോട്ടുകൾ എല്ലാം മാക്സിമം ഉപയോഗപ്പെടുത്തി എല്ലാം നന്നായിട്ട് എഴുതി പഠിക്കുക. കാരണം ഒരുപാട് സ്കീമുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാം നന്നായിട്ട് പഠിച്ച് അത് പരീക്ഷയിൽ അതെല്ലാം പ്രയോജനപ്പെട്ടെന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. അപ്പൊ ഇതുവരെ ക്ലാസ് എടുത്ത ആശിഷ് സാറിനും അതുപോലെ ഈ ക്ലാസ് ശ്രവിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ശുക്രൻ ജസീരൻ. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. ഓക്കെ സാറേ, സാർ ഹോസ്റ്റ് ആണോ?